ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിവിഷൻ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. പക്ഷേ കണ്ടൻറ് വൈസ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അത്ര കണ്ടൻറ്റ് തേർഡ് ചാപ്റ്ററിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് തന്നെയായിരിക്കും ഇതിൽ നിന്ന് വരാവുന്ന ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ. ഓക്കെ, വാട്ട് യു മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിന് മീനിങ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു പാസേജ് എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട് ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് എ റേറ്റ് ഓഫ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് മീനിങ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പാസേജ് ഇതായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഫേമിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണ് പ്രധാനമായിട്ടും ക്യാപിറ്റലായി വരിക. ഓക്കെ, ഈ ഇൻവെസ്റ്റർ ഒന്നുകിൽ ഇതിൻ്റെ ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റ് ആയിരിക്കാം, ഡെപ്റ്റർ ആയിരിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേർക്ക് എന്ത് കൊടുക്കണം, നമ്മൾ ഇതിന് റിട്ടേൺ കൊടുക്കണം. ഈ റിട്ടേണിൻ്റെ പേരാണെന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. ഓണർക്കാണെങ്കിൽ ഇക്വിറ്റി ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം, ഇനി ഡെപ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. വളരെ സിമ്പിളായ മീനിങ് ആണത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു മീനിങ്, അതായത് ആ കോൺസെപ്റ്റ് ഉൾക്കൊണ്ട് തന്നെ പഠിക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പാസേജ് പഠിച്ചു. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജോൺ ജെ ഹാംപ്ടന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം റിക്വയർസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ജോൺ ജെ ഹാംപ്ടൺ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം റിക്വയർസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ് പ്രൈസ്. അതായത് ഫേമിൻ്റെ വാല്യൂ ആണ് അത്തരം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് വർദ്ധിക്കുന്നത്. അതാണ് ജോൺ ജെ ഹാംപ്ടൺ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മിൽട്ടൺ എച്ച് സ്പെൻസറിൻ്റെ മറ്റൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ ഫേം റിക്വയർസ് ആസ് എ കണ്ടീഷൻ ഫോർ അണ്ടർടേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻ ഏതെങ്കിലും ഒന്ന് ബൈ ഹാർട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ പഠിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പഠിച്ചു വെക്കുക. അപ്പോൾ മീനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യമെങ്കിൽ. അപ്പോൾ അത് കുറച്ചും കൂടി വലിയ മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഫോർ ഓൺ ദ പ്രൊജക്ട്. അതായത് കോസ്റ്റ് അല്ല, ശരിക്കും റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ശരിക്കും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വൽ കോസ്റ്റ്, ചെലവ് എന്നല്ല ഇതിനെ ശരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത്. ഇത് നമ്മൾ ക്യാപിറ്റൽ സ്വീകരിക്കാൻ നമ്മൾ കൊടുക്കേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് എ ഹേർഡിൽ റേറ്റ്, അതൊരു ഹേർഡിൽ റേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി എ കോസ്റ്റ്. സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കാം, ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയർസ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ. അതായത് ഒരു ഫേം അതിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ഫേം അതിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഇത് ബിസിനസ് റിസ്കിനും ഫിനാൻഷ്യൽ റിസ്കിനും ഉള്ള റിവാർഡാണ്. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ബിസിനസ് റിസ്കിനും ഫിനാൻഷ്യൽ റിസ്കിനും കൊടുക്കുന്ന റിവാർഡുകളാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇൻവെസ്റ്റേഴ്സ് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് കൊടുക്കുന്ന റിവാർഡുകളാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദേ ആർ റിട്ടേൺസ് ഓഫ് റിട്ടേൺ. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ. നാലാമത്തെ പോയിന്റ് ചെയ്താൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്. 3 എലമെൻറ്റുകളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. റിസ്ക്ലെസ് കോസ്റ്റ് ഓൺ എ പെർട്ടിക്കുലർ സോഴ്സ്, റിസ്ക് ഇല്ലാത്ത കോസ്റ്റ്. ബിസിനസ് റിസ്ക് പ്രീമിയം, പിന്നെ ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം. അതായത് ഒന്ന് റിസ്ക് ലെസ് കോസ്റ്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് ബിസിനസ് റിസ്ക് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ റിസ്ക്.
സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ 4 ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വേണ്ട അസംഷൻസ്. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ പല തിയറംസിനൊക്കെ നമ്മൾ ഈ അസംഷൻസ് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ മാനേജറിയൽ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കറിയാം, അതിൽ ഓരോ തിയറംസിനും ഓരോ ലോസ് ഓഫ് എക്കണോമിക്സിനും എന്തുണ്ട്, അസംഷൻസ് ഉണ്ട്. ഓക്കെ, അതേമാതിരി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനും ചില അസംഷൻസ് ഉണ്ട്. ഓക്കെ, ചില മുൻധാരണകളുണ്ട്. അസംഷൻസിൻ്റെ അർത്ഥം എന്താണ്? മുൻധാരണകൾ. അപ്പോൾ ഈ അസംഷൻസ് ചോദിക്കുകയാണ് നിങ്ങൾ എഴുതേണ്ടത് കോസ്റ്റ് ക്യാൻ ഐദർ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. കോസ്റ്റ് ഒന്നുകിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആകാം. സെക്കൻഡ് പോയിന്റ്, ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഡിറ്റർമൈൻഡ് ഓൺ ആൻ ആഫ്റ്റർ ടാക്സ് ബേസിസ്. ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ് ഓരോ സോഴ്സ് ഓഫ് ക്യാപിറ്റലിനെയും കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷം. ഇനി നാലാമത്തെ പോയിന്റ്, ദ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ എഫക്റ്റഡ് ബൈ ദ ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്ട്. ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഎഫക്റ്റഡ് ബൈ ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്ട്. അതായത് ഈ പ്രൊജക്റ്റിൻ്റെ ആക്സെപ്റ്റൻസും ഇതിൻ്റെ ഫിനാൻസിങ്ങും തമ്മിൽ, ഇതിൻ്റെ രണ്ട് റിസ്ക്കും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്, അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതൊക്കെയാണ് അസംഷൻസ്. എന്താണ്? കോസ്റ്റ് എക്സ്പ്ലിസിറ്റ് ആവാം, ഇംപ്ലിസിറ്റ് ആവാം. എക്സ്പ്ലിസിറ്റ് എന്താണ്? എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന കോസ്റ്റുകളാണ്, നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന ബിസിനസ് കോസ്റ്റുകളാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്ന് പറയും. നമ്മൾ ധാരണ, കോസ്റ്റിന് ധാരണകളാണത്. അത് നമ്മളൊരു ബിസിനസ് ഡിസിഷനൊക്കെ മുന്നായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ അത് ബുക്കിലധികം വരില്ല. ഓക്കെ, നമ്മൾ ചിലവായിട്ട് നമ്മുടെ ലെഡ്ജറിലും ജേണലിലും ഒന്നും അത് കാണിക്കില്ല. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറില്ല. പിന്നെ പറയുന്നത് എന്താണ്, ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇതിൻ്റെ ആക്സെപ്റ്റൻസും ഫിനാൻസിങ്ങും എന്താണ്, ഫിനാൻഷ്യൽ റിസ്കിനെയും ബിസിനസ് റിസ്കിനെയും അത് ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാനായിട്ടുള്ളത് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിനെക്കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു സൈഡ് ഹെഡിങ്. അതിൻ്റെ പോയിന്റ്സ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വളരെ യൂസ്ഫുൾ ആണ്. അതിൻ്റെ ഒരു വിവരണം നിങ്ങൾ എഴുതി വെച്ചേക്കുക. രണ്ടാമത്തെ പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ മെത്തേഡ് എങ്ങനെ വേണം എന്നുള്ളതും തീരുമാനിക്കാൻ ഇത് യൂസ്ഫുൾ ആണ്. നാലാമത്തെ പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ് എക്സ്പാൻഷൻ, പ്രൊജക്റ്റ് കൂടുതൽ വളർത്താനായിട്ടും ഇത് യൂസ്ഫുൾ ആണ്. ഇനി ആറാമത്തെ പോയിന്റ്, ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സ് കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മൊബിലൈസ് ചെയ്യുക, ഏതൊക്കെ രീതിയിലേക്ക് അതിനെ ചാനലൈസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ്. മെയിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ മെയിൻ പോയിന്റ്സ് പഠിച്ചു വെക്കുക. എക്സാമിനേഷന് മെയിൻ പോയിന്റ്സ് പഠിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വിവരണങ്ങൾ നോക്കുക. കാരണം വിവരണങ്ങൾ എന്ന് വെച്ചാൽ മെയിൻ പോയിന്റ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയിൻ പോയിന്റ്സ് ആണ്. അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓരോ മെയിൻ പോയിന്റും പഠിച്ചു വെക്കുക. വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് യൂസ്ഫുൾ ആണ്, അത് ക്യാപിറ്റൽ സ്ട്രക്ചറിന് യൂസ്ഫുൾ ആണ്, മെത്തേഡ് ഓഫ് ഫിനാൻസിന് വളരെ യൂസ്ഫുൾ ആണ്, അത് ഡിസൈഡിങ് ഫാക്ടറാണത്. അതേപോലെ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റിന് അതിൻ്റെ ഇവാലുവേഷൻ വളരെ യൂസ്ഫുൾ ആണ്, പ്രൊജക്റ്റ് എക്സ്പാൻഷന് യൂസ്ഫുൾ ആണ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സിനും യൂസ്ഫുൾ ആണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തൊക്കെ ഘടകങ്ങളാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടറിനെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് അടുത്തൊരു ഹെഡിങ്. ഓക്കെ, സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതായിരിക്കും ചോദ്യമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പോയിന്റ്സ് ഓരോന്നായിട്ട് നോക്കുക. ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്. അപ്പോൾ ഈ ജനറൽ എക്കണോമിക് ആയിട്ട് ജനറലുള്ള എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും എന്തിനെ ബാധിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കും.
ഇവിടെ കൊടുത്ത് ശ്രദ്ധിക്കുക എന്താണ് ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ബാധിക്കും. ഓക്കെ, എന്താണ് അതേമാതിരി തന്നെ രൂപയുടെ പർച്ചേസിങ് പവർ, അതും ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ സാമ്പത്തിക രംഗം, മൊത്തത്തിലുള്ള സാമ്പത്തിക രംഗത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ബാധിക്കും. ഓക്കെ, സോ ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് വിൽ ഓൾസോ എഫക്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ സോ ഇറ്റ് ഇസ് എ ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ റിസ്ക് ഒരു വലിയ എന്താണ് ഡിസൈഡിങ് ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് റിസ്ക്. ഇഫ് എൻ ഇൻവെസ്റ്റർ ഈസ് പർച്ചേസിങ്, അപ്പോൾ റിസ്ക് ആണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈഡിങ് ഫാക്ടർ. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് റിസ്ക്. ഇനി മൂന്നാമത്തെ ഫാക്ടർ ഡിസൈഡിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. എത്ര എമൗണ്ട് ഓഫ് ഫിനാൻസ് ആണ് ആവശ്യമുള്ളത്, അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. വെൻ മാനേജ്മെന്റ് അപ്രോച്ചസ് ദ മാർക്കറ്റ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, സപ്ലയേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബിക്കം hesitant to give relatively large amount of fund without assuring the management's capacity to absorb the capital into business. Therefore, for additional fund, the investor may ask for a higher required rate of return, which means higher cost of capital. അതായത് കൂടുതൽ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ ചോദിക്കും. ഈ റേറ്റ് ഓഫ് റിട്ടേൺ ആണെന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് വർദ്ധിക്കും. സോ നമുക്ക് എത്ര ഫണ്ട് വേണം എന്നുള്ളതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ പോയിന്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നൊരു ചോദ്യം 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റും എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എന്താണ് അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. പുതിയ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്യാനുള്ള കോസ്റ്റാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. പുതിയ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്യാനുള്ള കോസ്റ്റാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഡിസൈഡിങ് ഫാക്ടർ ഫോർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾസോ. പുതിയ സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കോസ്റ്റിൻ്റെ പേരാണെന്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ടാക്സസ് ആണ്. അപ്പോൾ ടാക്സുകൾ എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് വിച്ച് ഡിസൈഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണിത്. ഓക്കെ, ഫാക്ടേഴ്സ് ഡിസൈഡിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പിന്നീട് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ കണ്ട പോലെ തന്നെ there are various types of cost of capital. They are as follows. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റ് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സോ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. ഓൾറെഡി നമ്മൾ ചിലവായ കോസ്റ്റിൻ്റെ പേരാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ പേര് തന്നെ കിടക്കുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ കോസ്റ്റ് എന്താണ്? ഫ്യൂച്ചർ കോസ്റ്റ് റെഫേഴ്സ് ടു ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ടു ബി റേസ്ഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കോസ്റ്റുകളാണെന്ത് ഫ്യൂച്ചർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റും. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റത്തിന് വരുന്ന കോസ്റ്റാണ് സ്പെസിഫിക് കോസ്റ്റ്. ഒരുപാട് എല്ലാത്തിനും കൂടി ചേർത്ത് വരുന്നതിൻ്റെ കോസ്റ്റിൻ്റെ പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. ആ പേര് തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ വിവരണം വ്യക്തമാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക സ്പെസിഫിക് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓൺ എ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഒരു സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റലിലുള്ള കോസ്റ്റാണ് എന്ത് സ്പെസിഫിക് കോസ്റ്റ്. അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ്, പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ്, അതേമാതിരി ഡിബഞ്ചറിൻ്റെ കോസ്റ്റ്. ഇനി കോമ്പോസിറ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് എല്ലാ സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കമ്പൈൻഡ് കോസ്റ്റ് ആണെന്ത് കോമ്പോസിറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് കോസ്റ്റും കോമ്പോസിറ്റ് കോസ്റ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും. ഓക്കെ, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് നമ്മൾ എക്കണോമിക്സിലൊക്കെ ഫസ്റ്റ് സെമ്മിൽ കാണുന്നുണ്ട്. എന്താണ് ആവറേജ് കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു 10 സാധനം ഉണ്ടാക്കി 10 സാധനത്തിന് നമുക്ക് 100 രൂപ ചിലവ് വന്നു. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും ആവറേജ് കോസ്റ്റ് കിട്ടും. ഇനി 11ാമതൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമുക്കതിന് 12 രൂപ ചിലവ് വരികയാണെങ്കിൽ
അതിൻ്റെ പേര് അഡീഷണൽ ആയിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കും, അതിന് വരുന്ന അഡീഷണൽ കോസ്റ്റിൻ്റെ പേരാണെന്ത്? മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ refers to the weighted average cost of capital calculated on the basis of cost of each source of capital and weights assigned to them in the ratio of their share of total capital fund. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റ്? ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഒബ്റ്റെയിനിങ് ആൻ എക്സ്ട്രാ 1 rupee ഓഫ് ഫിനാൻസ്. അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ 1 രൂപ ഫിനാൻസ് എടുക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന കോസ്റ്റ്, അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിൻ്റെ പേരാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഈ പേരുകൾ നമ്മളിത് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് the present value of cash inflows with the present value of cash outflows. Thus, it is the internal rate of return. അതായത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കണ്ട ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ച് കണക്കാക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നമ്മളതിൻ്റെ അക്കൗണ്ട്സിൽ കാണിക്കുന്ന കോസ്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, ഇനി ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് ഇൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിട്ടേൺ? ഓക്കെ, ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടാമായിരുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് നടത്തി ഇതിന്ന് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുക. നമുക്ക് കിട്ടാമായിരുന്ന, നമ്മൾ ഒഴിവാക്കി വിട്ട പ്രൊജക്റ്റുകളിൽ നിന്നും കിട്ടാവുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുക. ഇത് എക്സ്പ്ലിസിറ്റ് സെലക്ട് ചെയ്തത് എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയെന്ന് കിട്ടാവുന്നതിൻ്റെ പേരാണ് ഇംപ്ലിസിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും തമ്മിലുള്ള വ്യത്യാസം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് പഠിച്ചു വെക്കുക. അത് 3 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ അതും നമ്മുടെ അടുത്ത് എസ് ആയിട്ട് ഷോർട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലേക്കാണ് കടക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് കോമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെ കണക്കാക്കും എന്നുള്ളതാണ്. In order to calculate the overall cost of capital of the firm, the finance manager must estimate the cost of each component of capital. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫിനാൻസ് മാനേജർ ഈച്ച് കോസ്റ്റ് എന്താണ് അയാൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വരും, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ വരും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ വരും, കോസ്റ്റ് ഓഫ് റിറ്റെയിൻഡ് ഏർണിങ്സ് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് ആദ്യം. അതായത് കടം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന റിട്ടേണിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റ്, റിഡീം ചെയ്യാത്ത ഡെപ്റ്റ്, തിരിച്ചു കൊടുക്കാത്ത ഡെപ്റ്റ്, മെച്യൂരിറ്റി പീരീഡ് ഇല്ലാത്ത ഡെപ്റ്റിൻ്റെ പേരാണ് ഇർറിഡീമബിൾ ഡെപ്റ്റ്. ഓക്കെ, അത് പെർപെച്വൽ ഓർ ഇർറിഡീമബിൾ ഡെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കാത്ത, അതിന് പെർപെച്യൂറ്റി ഉണ്ടാവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അത്തരം ഡെപ്റ്റുകൾ ആണെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ ആദ്യം നോക്കുന്നത് കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റ്. അപ്പോൾ അത് ബിഫോർ ടാക്സ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു കെ ഡി മീൻസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഓക്കെ, കെ ഡി മീൻസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു ഐ ഓർ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ ഓർ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചേക്കുക. ഇൻട്രസ്റ്റ് ആണ്, ഇത് നെറ്റ് പ്രൊസീഡ്സ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആണ്. ഇത് എന്ത് ചെയ്യുക, അതിനെ ശതമാനം കാണാം. ഇനി ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഓർ പ്രിൻസിപ്പിൾ ഇൻറ്റു 100. ഓക്കെ, ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്. ഇതാണ് 2 ഇക്വേഷൻ ഉള്ളത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, ഇത് ബൈ ഹാർട്ട് പഠിച്ചാൽ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക,
ഈ ഡെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡെപ്റ്റ് പാറിനാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ NP കാണുക. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ് കാണുക ഇങ്ങനെയാണ്. ഫേസ് വാല്യൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മൈനസ് ചെയ്യാം. ഓക്കെ, ഫേസ് വാല്യൂ എന്ന് നമ്മൾ ഇഷ്യൂ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ്, അതായത് ഇത് ഇറക്കാൻ വന്ന ചിലവുകളാണ് ഇഷ്യൂ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യാം. ഇനി ഇത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് കാണുന്നുണ്ടെങ്കിൽ ഫേസ് വാല്യൂന് കൂടെ പ്രീമിയം ആഡ് ചെയ്യുക. ഈ ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഫേസ് വാല്യൂ നിന്ന് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. ഇഷ്യൂ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ഇതാണ് എന്ത് നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ ആ നെറ്റ് ഈ പറയുന്ന വാല്യൂ ഈ ഓരോ കണ്ടീഷൻസ് തരികയാണെങ്കിൽ അതിങ്ങനെയാണ് കാണേണ്ടത്. ഓക്കെ, അതിൻ്റെ കൂടെ ഈ ഫ്ലോട്ടിംഗ് കോസ്റ്റോ എക്സ്പെൻസോ തരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ 1 കൊടുത്തിട്ടുണ്ട്. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1,08% ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ വാല്യൂന ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു ദി കമ്പനി ഈസ് 50%. ടാക്സ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇറഡീമബിൾ ഡെപ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെച്യൂരിറ്റി പീരീഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, മെച്യൂരിറ്റി പീരീഡ് കൊടുക്കാത്തത് കൊണ്ട് ഇത് ഇറഡീമബിൾ ഡെപ്റ്റ് ആണ്. അപ്പോൾ ഇറഡീമബിൾ ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കണക്കാക്കും അതേപോലെ നമ്മൾ ചെയ്യേണ്ടി വരും. സൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതി വെക്കുക. I × 1 - t / NP. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളിത് പാർ വാല്യൂലാണ്, ഇതിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഇല്ല. അതുകൊണ്ട് NP എന്താണ് ആ ക്വസ്റ്റ്യനിൽ കൊടുത്ത പോലെ തന്നെ 1 lakh ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിന് ശ്രദ്ധിക്കുക, 8% ഈ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ 1 lakh ഇതിൻ്റെ പാർ വാല്യൂ 1 lakh × 8 / 100. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 8,000 രൂപ മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് ഇവിടെ എഴുതേണ്ടത്. 8,000 രൂപ എന്ന് എഴുതുക. 1 മൈനസ് ഇവിടെ നമ്മുടെ ടാക്സ് കൊടുത്തിരിക്കുന്നത് 50%. അപ്പോൾ 50% നിങ്ങൾ എന്ത് ചെയ്യുക, ശതമാന കണക്ക് കൊടുത്തത് കൊണ്ട് /100 എന്ന് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 0.5 എന്ന് എഴുതുക. അപ്പോൾ 0.5 വരിക. ഓക്കെ, അപ്പോൾ 8,000 × 0.5 / 1 lakh × 100 = 4%. അതാണ് ഫസ്റ്റ് എക്സാമ്പിളിൽ വന്നിരിക്കുന്ന ആൻസർ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ബി ലിമിറ്റഡ് ഇഷ്യൂഡ് ₹1,08,000 ഡിബെഞ്ചേഴ്സ്. അപ്പോൾ അതൊക്കെ ഇതും തമ്മിൽ സെയിം ആണ്. ഇതിൻ്റെ NPൻ്റെ വാല്യൂ അതേമാതിരി ഡിബെഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും സെയിം ആണ്. ഇത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ടാക്സ് റേറ്റും ഇവിടെയും 60% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 60 ടാക്സ് റേറ്റ് വരുമ്പോൾ ആദ്യം 60 / 100 ചെയ്യുക. അപ്പോൾ എന്താണ് 0.6 വരും. ഓക്കെ, അത് കണക്കാക്കി വെക്കുക. അപ്പോൾ ഈ ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതുക. നമ്മൾ നേരത്തെ എഴുതിയ 8,000 കാര്യം ഇവിടെ 8% ഇവിടെയും 1 lakh ആണ്. അപ്പോൾ 8,000 വന്നു. പിന്നെന്താണ് 1 മൈനസ് 0.6 ആണ് വരിക. നമ്മളിവിടെ എന്താണ് 0.6 ആണ് കണക്കാക്കേണ്ടത്. ഇവിടെ മാത്രം എന്ത് വന്നു, ഇവിടെ 1 lakhൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്തു, ഇതിൻ്റെ പ്രീമിയം ആയിട്ടുള്ള എത്ര ശതമാനം പ്രീമിയം, 10% പ്രീമിയം, അതായത് 10,000 പ്രീമിയം ആഡ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ 1,10,000 വന്ന് ഇവിടെ 1 lakh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, പിന്നെ ഇത് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 2.91% ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ കുറവാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തെ കേസ് നോക്കാം. 1,08,000 ഡിബെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ദ ടാക്സ് റേറ്റ് ഈസ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് ഇവിടെ ടാക്സ് റേറ്റ് 50%. ഇവിടെ ഡിസ്കൗണ്ടാണ് ഷെയർ ഇറക്കുന്നത്. അപ്പോൾ NP എന്ത് വരും, നെറ്റ് പ്രൊസീഡ്സ് 1 lakhൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക, ഈ 5% മൈനസ് ചെയ്യുക. അതായത് 5,000 രൂപ മൈനസ് ചെയ്യുക. അപ്പോൾ 95,000 വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ ഇതിലൊക്കെ സെയിം ആണ്. ഇതിലും സെയിം ആണ്. ഇവിടെ ഇതുപോലെ തന്നെ എന്താണ് 50% ടാക്സ് റേറ്റ്. അതുകൊണ്ട് എന്താണ് ഈ 50%, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 50% എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ഈ 8,000 അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.21. ഓക്കെ, അപ്പോൾ അത് ഇതിനെക്കാട്ടും കൂടുതലാണ്. ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ ഒരു കേസിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഡിബെഞ്ചറിൻ്റെ എമൗണ്ട് 2 lakh കൊടുത്തിരിക്കുന്നത്. ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 9% കൊടുത്തിരിക്കുന്നത്. പ്രീമിയം 10% കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇതിന് 2% കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ടാക്സ് റേറ്റ് 60% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ I × 1 മൈനസ് t ഡിവൈഡഡ് ബൈ NP × 100. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NP ആദ്യം കണക്കാക്കുക. NP കണക്കാക്കണമെങ്കിൽ 2 ലക്ഷത്തിൻ്റെ കൂടെ ആദ്യം അതിൻ്റെ പ്രീമിയം ആഡ് ചെയ്യുക. 10% പ്രീമിയം എത്ര വരും? 20,000 വരും. അതിൽ നിന്നും മൈനസ് ചെയ്യാനുള്ളത് എന്താണ്? ഈ 2,20,000-ൻ്റെ 2,20,000-ൻ്റെ 2%. 2,20,000-ൻ്റെ 2% 2 ഡിവൈഡഡ് ബൈ 100, അതായത് 2% ഇൻറ്റു 2,20,000, അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ട് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2% കാണാം, അതാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 2 lakh ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2,20,000 കിട്ടും. അതിൽ നിന്നും ഇതിൻ്റെ 2% മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 2,15,600 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ NP ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. NP ആയിട്ട് വന്നിരിക്കുന്ന എത്ര എമൗണ്ട്? 2,15,600. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രോബ്ലം നോക്കുക. ഇവിടെ 18,000 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 9% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 9 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2 lakh. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫേസ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് 2 lakhൻ്റെ ഫേസ് വാല്യൂ മാത്രം നമ്മൾ നോക്കിയാൽ മതി. 9 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2 lakh, അതാണ് 18,000 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിന് പിന്നെ 1 മൈനസ് 0.6 ആണ്. കാര്യം 60% ആണ് എന്ത് ടാക്സ് റേറ്റ് ഉള്ളത്. അപ്പോൾ 0.6 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ 2,15,600. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ NP നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 3.34. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ശ്രദ്ധിക്കുക. ഇൻ ഓൾ ദ അബവ് കേസസ് ആഫ്റ്റർ ടാക്സ് cost of debt is calculated because the firm saved on account of tax by using debt. It is calculated as 8 into 1 minus 0.5 is equal to 4,000. Alternatively, 8,000 minus 50% is equal to 4,000. 50,000 means 0.50. Similarly, 1 minus 60% is equal to. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ള കാര്യം മാത്രമേ നോട്ടിൽ പറയുന്നുള്ളൂ. അപ്പോൾ നോക്കുന്ന നേരത്ത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് കേസിലാണ്. ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് തേർഡ് കേസിലാണ് വന്നിരിക്കുന്നത് തോന്നുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണിത്. ഇർറിഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആണ് നോക്കാനായിട്ടുള്ളത്. ഇതിനു മുൻപ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റിൻ്റെ കണക്കുകൾ കണ്ടതാണ്. കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്, അതായത് മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഡെപ്റ്റാണ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ ബിഫോർ ടാക്സിൻ്റെയും ആഫ്റ്റർ ടാക്സിൻ്റെയും എന്താണ് ഇക്വേഷൻ തന്നിട്ടുണ്ട് ഫോർ റിഡീമബിൾ ഡെപ്റ്റ്. അപ്പോൾ ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് debt is equal to 1 plus 1 divided by number of years into redeemable value of debt minus net proceeds or net proceeds whole divided by half into redeemable value minus net proceeds into 100. ഇതാണ് ബിഫോർ ടാക്സിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. റിഡീമബിൾ ഡെപ്റ്റ് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ ഒരു 1 വരുന്നുണ്ട്. ഈ 1ന് കൂടെ എന്ത് ചെയ്തുക? 1 ഇൻറ്റു ഇവിടെ 1 അല്ല, ഇവിടെ I ആണ് വരുന്നത്. ഈ ഐൻ്റെ കൂടെ, അതായത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഐൻ്റെ കൂടത്തിൽ എന്ത് ചെയ്തുക? I ഇൻറ്റു 1 മൈനസ് ടി. ഓക്കെ, ഇവിടെ 1 എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഇവിടെ I ആണ് വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ് ഇക്വേഷൻ സെയിം ആണ്. ഐൻ്റെ കൂടെ 1 മൈനസ് ടി എഴുതുക. ടി മീൻസ് ടി ടാക്സ് റേറ്റ് 50% ആണെങ്കിൽ 50 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതിയിട്ട് ആ ഒരു 0.5 ആ ഒരു വാല്യൂയിലാണ് നമ്മൾ ടാക്സ് റേറ്റ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വല്ല ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 2. ക്വസ്റ്റ്യൻ വായിക്കാം. അസ്യൂമിങ് ദാറ്റ് എ ഫേം പേസ് ടാക്സ് അറ്റ് 50% റേറ്റ്. അപ്പോൾ ടാക്സ് റേറ്റ് കൊടുത്തിരിക്കുന്നു 50%.
compute the after tax cost of debt. Okay. Capital in the following cases. അപ്പോൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 കേസിലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടാക്സ് റേറ്റ് 50% കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസ് പറയുന്നത് പെർപ്പച്വൽ ബോണ്ട് സോൾഡ് അറ്റ് പാർ. പെർപ്പച്വൽ ബോണ്ട് അതായത് ഇർറിഡീമബിൾ ബോണ്ട്. പെർപ്പച്വൽ മീൻസ് ഇർറിഡീമബിൾ, അതിന് മെച്യൂരിറ്റി പീരീഡ് ഇല്ല. ഓക്കെ, അറ്റ് പാർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 7%. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ 7 നമ്മളതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പരിഗണിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. സെക്കൻഡ് കേസാണിത്. എ 10-year 8% ₹1,000 per bond sold at ₹950 ലെസ് 4% underwriting commission. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ആദ്യം നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു കേസിൽ. അപ്പോൾ ഫസ്റ്റ് കേസ് ഇർറിഡീമബിൾ ഡെപ്റ്റിൻ്റെ കേസാണ് പറയുന്നത്. അത് നമ്മളിതിന് മുൻപ് കണ്ടതാണ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അത് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ I into 1 minus t divided by net proceeds into 100. അപ്പോൾ ഇവിടെ നെറ്റ് പ്രൊസീഡ് തരാത്തത് കൊണ്ട് ഈ 100 നമ്മൾ നെറ്റ് പ്രൊസീഡ് ആയിട്ട് എടുക്കണം. ഓക്കെ, കാര്യം നമ്മളിതിൻ്റെ ശതമാന കണക്കിലാണ് കാണുന്നത്. അതുകൊണ്ട് വി ഹാവ് ടു ടേക്ക് 100 ആസ് നെറ്റ് പ്രൊസീഡ്. ഓക്കെ, ഇപ്പോൾ 7-നെയാണ് നമ്മളിവിടെ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പരിഗണിക്കുന്നത്. അതെന്താണ്? 7% മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ താഴെ 100 എടുക്കുന്നത്. അപ്പോൾ വെറും ശതമാനം മാത്രം നിങ്ങൾക്ക് തരാണെങ്കിൽ നിങ്ങൾ നെറ്റ് പ്രൊസീഡായിട്ട് 100 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തരുമ്പോൾ കിട്ടുന്നത് 3.5% ആണ്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. I into 1 minus t plus 1 divided by n. N means number of years, which is 10 years, into RV, redeemable value minus net proceed, whole divided by half into redeemable value plus net proceeds into 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ക് അടുത്ത പേജിലുള്ളത് നമുക്ക് നോക്കാം. ഇക്വേഷനിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഓരോ എലമെൻറ്റും, അതായത് ആദ്യം ഇൻട്രസ്റ്റ് റേറ്റ് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8% ആണ്. അപ്പോൾ 1000 rupeesൻ്റെ 8% എന്ന് വെച്ചാൽ 80 rupees ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മൈനസ് ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റിന് നമ്മൾ 50% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 100 0.5. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ആഡ് ചെയ്യുക 1 ഡിവൈഡ് ബൈ 10. 10 എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 10 ആണ്. പിന്നെ നമ്മുടെ റിയലൈസബിൾ വാല്യൂ ക്വസ്റ്റ്യനിൽ വരുന്നത് 1000 rupees ആണ്. ഓക്കെ, കാര്യം അതിന് യഥാർത്ഥ വില 1000 രൂപയാണ്. നമ്മൾ ഡിസ്കൗണ്ടിനാണ് ആ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് 950 ആയിരുന്നു. അതിന് ചാർജ് എക്സ്ട്രാ ഫ്ലോട്ടിംഗ് ചാർജ് വരുന്നുണ്ട്. അതായത് 950-ന് 4% ഫ്ലോട്ടിംഗ് ചാർജാണ്. അപ്പോൾ 950-ൻ്റെ 4% എന്ന് വെച്ചാൽ 38 rupees ആണ്. അപ്പോൾ 950-ന്ന്, അതായത് 950-ൽ നിന്ന് 38 കുറച്ചാൽ 912 രൂപയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഹാഫ് ഇൻറ്റു 1000 പ്ലസ് 912 ഇൻറ്റു 100. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അവസാനം എന്താണ്? 5.10. ഓക്കെ, അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റ് ഇത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 950 കൊടുത്തിട്ടുണ്ട്. 950 ആണ് അതിൻ്റെ യഥാർത്ഥ വിലയായിട്ട് നെറ്റ് പ്രൊസീഡായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 4% ഇവിടെ ശ്രദ്ധിക്കുക, 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷനാണ്. അതൊരു ഫ്ലോട്ടിംഗ് ചാർജ് പോലെ തന്നെയാണ്. 950 ആണ് നെറ്റ് പ്രൊസീഡ്. അതിൽ നിന്ന് 4% കുറയ്ക്കണം. 1000 rupees ആണ് നമ്മുടെ റിയലൈസബിൾ വാല്യൂ. ബോണ്ടിൻ്റെ യഥാർത്ഥ വിലയാണ് നമ്മൾ തിരിച്ച് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടത്. 8% ഇൻട്രസ്റ്റ് റേറ്റ്
10 നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ആ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, നോക്കാനായിട്ടുള്ളത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് പോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണുള്ളത്. ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ. ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്ന ഡിവിഡൻറ്റിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ഇനി റിഡീമബിൾ ആണെങ്കിൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പ്ലസ് 1 divided by n into realizable value minus net proceed whole divided by half into realizable value plus net proceed into 100. അപ്പോൾ ഇതേ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഡിവിഡൻഡ് പ്രിഫറൻസിൽ വരെ നേരത്തെ നമ്മൾ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റിൽ കണ്ടത് ഐ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. അതിന് പകരം ഇവിടെ എന്ത് വന്നു, ഇവിടെ ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ വന്നു. ഇവിടെ അതിൻ്റെ കൂടെ നമ്മൾ മൈനസ് ടാക്സ് അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കേസ് ഇവിടെ ടാക്സിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടാക്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് റിഡീമബിൾ ആണെങ്കിൽ ഇറിഡീമബിൾ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇക്വേഷനാണുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനും വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സാമ്പിൾ 3, എ കമ്പനി ഇഷ്യൂഡ് 20,000 5% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഈസ് ₹2. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇഫ് ദീസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ അറ്റ് പ്രീമിയം ഓഫ് ₹10% ആൻഡ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹5%. അതായത് നെറ്റ് പ്രൊസീഡ്സിനുള്ള വ്യത്യാസങ്ങളാണ് ഓരോന്നിനും വരിക. ഓക്കെ, അതനുസരിച്ച് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, ഒരു മെച്യൂരിറ്റി പീരീഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷനാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എത്ര കേസാണ്, 3 കേസാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ പാർ വാല്യൂവിൻ്റെ കേസാണ്. അറ്റ് പാറാണെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഡിവിഡൻഡ് വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഡിവിഡൻഡ് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയറാണ് കാണേണ്ടത്. എത്ര പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കുക. 20,000 പ്രിഫറൻസ് ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20,000 പ്രിഫറൻസ് ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓരോന്നിൻ്റെ വില എത്രയാണ്, ₹100. ഓക്കെ, അപ്പോൾ 20,000ൻ്റെ ഓക്കെ, അപ്പോൾ എത്ര വന്നു, 20 lakh rupees പ്രിഫറൻസ് ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 5% ഇതിൻ്റെ എന്ത് വരുന്നത്, ഈ പറയുന്ന ഡിവിഡൻഡ് റേറ്റ് വരുന്നത്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 5% എടുക്കുക. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 5% എത്ര വരും എന്ന് വെച്ചാൽ 1 lakh വരും. ഓക്കെ, 20 ലക്ഷത്തിൻ്റെ 10% എത്ര വരിക, 2 ലക്ഷം വരും. അപ്പോൾ അതിന് 5% 1 ലക്ഷം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഡിവിഡൻഡ് പ്രിഫറൻസ് വരുന്നത്, ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. അത് എല്ലാ കേസിലും സെയിം ആണ്. അത് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും അത് സെയിം തന്നെയാണ്. ഡിഫറൻസ് വരുന്നത് ഇവിടെ താഴെയുള്ള എമൗണ്ട്സിലാണ്. ഇവിടെ ഫസ്റ്റ് 1 20 ലക്ഷമാണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് വന്നിരിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ട് അതിന് ഫ്ലോട്ടിംഗ് ചാർജ് വന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ഇൻറ്റു 2 40,000, അത് മൈനസ് ചെയ്യുക, അതാണ് താഴെ വരിക. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 19,60,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 5.1%. ഇനി ഈ കേസിൽ പറയുന്നത് 1 lakh ഡിവൈഡ് ബൈ 20 lakh പ്ലസ് 2 lakh. കാര്യം ഇവിടെ 10% പ്രീമിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2 lakh വന്നു. 20 ലക്ഷത്തിൻ്റെ കൂടെ 2 ലക്ഷം ആഡ് ചെയ്യുക, മൈനസ് നമ്മൾ നേരത്തെ എഴുതിയ ഈ 40,000 മൈനസ് ചെയ്യുക. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 21,60,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 4.63%. ഇനി തേർഡ് കേസിൽ പറയുന്നത്, തേർഡ് കേസിൽ ശ്രദ്ധിക്കുക, മേലെ നമ്മൾ 1 lakh വരിക. കാര്യം എന്താണ്, ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ 1 lakh വരുന്നത്. 20 lakh നമ്മുടെ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ മൈനസ് ഇവിടെ നിന്നാണ് 5% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 20 lakhൻ്റെ 5% ഡിസ്കൗണ്ട് പോകും. അപ്പോൾ എത്രയാണ്, 1 lakh ഡിസ്കൗണ്ട് ആണ്, അത് മൈനസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 40,000 അതിന് ഫ്ലോട്ടിംഗ് ചാർജ് ആണ്, അതും മൈനസ് ചെയ്യുക. അപ്പോൾ 18,60,000 വരും. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 18,60,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 5.38. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 3 കേസുകളിൽ. ഓക്കെ, ഡിവിഡൻഡ് ഈസ് കാൽക്കുലേറ്റഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതായത് 20 ലക്ഷത്തിൻ്റെ 5%, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 1 ലക്ഷം നമ്മളത് വിവരിച്ചതാണ്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ നോക്കാം. എക്സാമ്പിൾ 4 കൊടുത്തിരിക്കുന്നു. എ കമ്പനി ഇഷ്യൂഡ് 1,007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ₹10 റിഡീമബിൾ ആഫ്റ്റർ 5 years at par. അപ്പോൾ ഇവിടെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കാണേണ്ടത്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ എത്രയാണെന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടണം. 1,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 1 lakh. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിയലൈസബിൾ വാല്യൂ. ഇനി അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, 1 lakh ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, 1,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 1 lakh. അപ്പോൾ 1 lakhൻ്റെ 10% കൂടി എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുക്കണം. അത് എത്ര വരും, 10,000 വരും. അപ്പോൾ 1 lakhൻ്റെ കൂടെ 10,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 1,10,000 ആണ് ഇതിന് നെറ്റ് പ്രൊസീഡായിട്ട് വരിക. കാരണം നെറ്റ് പ്രൊസീഡിൻ്റെ കൂടെ നമ്മൾ പ്രീമിയം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, ഫ്ലോട്ടിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിവിഡൻഡ് എത്ര വരും നോക്കണം. അതായത് ഈ 1 lakhൻ്റെ 7%, 7,000 രൂപയാണ് ഡിവിഡൻഡ് വരിക. 1 lakhൻ്റെ 7% ഡിവിഡൻഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7,000 രൂപ ഡിവിഡൻഡ് വന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, 5 വർഷമാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ പ്ലസ് 1 ഡിവൈഡ് ബൈ n ഇൻറ്റു RV, റിയലൈസബിൾ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്, ഹോൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു റിയലൈസബിൾ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 7,000 ആണ് ഡിവിഡൻഡ്. 1 ഡിവൈഡ് ബൈ 5 വരെ. കാര്യം നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, 5 വരുന്നത്. 1 lakh എങ്ങനെ കിട്ടി, 1,000 ഇൻറ്റു 100 1 lakh. ഇവിടെ നമുക്ക് നെറ്റ് പ്രൊസീഡ് എങ്ങനെ കിട്ടിയത്, 1 lakh കിട്ടിയെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ 10% പ്രീമിയം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,10,000 കിട്ടി. പിന്നെ ഹാഫ് ഇൻറ്റു 1 lakh പ്ലസ് 1,10,000 ഇൻറ്റു 100. നമ്മുടെ ആൻസർ ശ്രദ്ധിക്കുക, ആൻസർ 4.76 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻഡ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് അല്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കണ്ടു. ഇനി അടുത്തതായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വെൻ കമ്പയർഡ് ടു ഡെപ്റ്റ് ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ. കാര്യം പ്രിഫറൻസ് ക്യാപിറ്റലിനെയും ഡെപ്റ്റിനെയും കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൃത്യമായ റിട്ടേൺ വാല്യൂ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താണ്, ഇക്വിറ്റിൻ്റെ ഡിവിഡൻഡ് ഫിക്സഡ് അല്ല, അതേമാതിരി അതിൻ്റെ മെച്യൂരിറ്റി ഉണ്ടാവില്ല, അതും അധികം പെർപച്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
The cost of equity capital is the minimum rate of return that the company must earn on its equity share capital. അപ്പോൾ എന്താണ് ശരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ? നിങ്ങൾ എക്സാമിനേഷൻ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട ഒരു ആൻസർ ആണിത്. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ കമ്പനി മസ്റ്റ് ഏൺ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഓഹരിയാണ് ശരിക്കും അവരുടെ ഡിവിഡൻഡ് എന്ന് വെച്ചാൽ. അപ്പോൾ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന മിനിമം ഏർണിങ്സ് ആണ് എന്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ദർ ആർ വേരിയസ് അപ്രോച്ചസ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേരിയസ് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡാണ്. സെക്കൻഡ് വണ്ണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് ഏർണിംഗ് പ്രൈസ് മെത്തേഡാണ്. നാലാമത്തെ മെത്തേഡ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡാണ്. ഈ മെത്തേഡ് ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 4 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റിസ്ക് ഫാക്ടർ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസൈഡിങ് റേറ്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻഡ്. റിസ്ക് ഫാക്ടറും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡിവിഡൻറ്റിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു. This method is based on the assumption that each shareholder, while investing his savings in the company, expects to receive dividend at least at the current rate of return. അതായത് ഈ ഒരു മെത്തേഡ് എന്ത് പറയുന്നത് വെച്ചാൽ ഓരോ ഷെയർ ഹോൾഡറും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്ററും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന എമൗണ്ട് ഓഫ് റിട്ടേൺ അവർക്ക് കിട്ടും എന്നുള്ള ഒരു എന്താണ് പ്രതീക്ഷയിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ആ റിട്ടേൺ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ കടമ. അതാണ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഇത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ഓരോ ഷെയറിനുള്ള ഡിവിഡൻഡ് അത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. പിന്നെ വരുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഓക്കെ, MP പെർ ഷെയർ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ആകെ ഒരൊറ്റ മെറിറ്റ് മാത്രമേ ഉള്ളൂ, അത് സിമ്പിളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മെറിറ്റായിട്ട് പറയാനായിട്ടുള്ളത്. ഡിമെറിറ്റ്സ് പറയാനാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ചേഞ്ചസ് ഓഫ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. ക്യാപിറ്റൽ അപ്രിസിയേറ്റ് ചെയ്യുന്ന കാര്യം ഇത് പരിഗണിക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഇഗ്നോർസ് ദ ഇമ്പാക്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഇത് ഇഗ്നോർ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ദ റീറ്റേൺഡ് ഏർണിങ്സ് എഫക്റ്റ് ബോത്ത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആൻഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ റീറ്റേൺഡ് ഏർണിംഗ് പരിഗണിക്കാത്തതിന് പ്രശ്നങ്ങളാണ് 2 പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇത് ക്യാപിറ്റലിൻ്റെ അപ്രിസിയേഷൻ, അതായത് മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന അപ്രിസിയേഷനും ഇത് പരിഗണിക്കുന്നില്ല. കാര്യം 100 രൂപേൻ്റെ ഷെയർ പിന്നെ 150 160 ഒക്കെ ആവുന്നുണ്ട്. ഡിവിഡൻഡ് മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അത്ര ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതായത് ഒരു 100 രൂപേൻ്റെ ഷെയർ ചിലപ്പോൾ രാവിലെ 100 രൂപ ഉണ്ടാവും, ഉച്ചയ്ക്ക് 150 ആവും. അപ്പോൾ ആ ഒരു പരിഗണനയും കൂടി ഒരു ഇൻവെസ്റ്റർ നോക്കണം. കാരണം ആൾക്ക് അതൊന്നും റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിവിടെ പരിഗണിക്കുന്നില്ല. ഇവിടെ ഡിവിഡൻഡ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 6, X Limited has issued 40,000 equity shares of ₹100 each as fully paid. The current market price of these shares is ₹160 per share. The company has paid a dividend of ₹12 per share. Find out the cost of capital. അപ്പോൾ ഡിവിഡൻഡ് ആദ്യം എന്താണ് ഇവിടെ എഴുതി വെക്കുക. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് താഴെ എഴുതി വെക്കുക. ഇൻറ്റു 100 ചെയ്യുക. 12 ഡിവൈഡ് ബൈ 160 ഇൻറ്റു 100 which is equal to cost of equity share capital which is equal to 7.5 under dividend yield method. വളരെ സിമ്പിളാണ്. ഡിവിഡൻഡ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് താഴെ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലഭിക്കും. ഇനി അടുത്ത മോഡൽ ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഓക്കെ, ഡിവിഡൻഡ് yield മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ടതാണ്. ഡിവിഡൻഡ് yield മെത്തേഡ് ആയിരുന്നു അത്. ഇവിടെ നമ്മൾ നോക്കുന്നത്
ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഓക്കെ, അതായത് ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ വർദ്ധിക്കുകയും അതേപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ വർദ്ധിക്കുകയും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ്, ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ കണക്കിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നമുക്കിതിൻ്റെ ഇക്വേഷൻ നോക്കണം. ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മെത്തേഡിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓൾഡർ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനും, ഇൻ കേസ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനുമാണ് വരുന്നത്. ഓക്കെ, ആകെ ഒരു വ്യത്യാസം വരുന്നത് ഓൾഡർ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആണ് വരുന്നത്, ന്യൂ ആണെങ്കിൽ ഇവിടെ നെറ്റ് പ്രൊസീഡ്സ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇത്ര വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഓൾഡർ ഇക്വേഷൻ അല്ലെങ്കിൽ ഓൾഡർ ഇക്വിറ്റി ഷെയറിൻ്റെ ഇക്വേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D1. D1 is the expected dividend per share at the end of the year. Expected dividend per share ആണ് D1. ഓക്കെ, അത് എന്താണ് D1? ഇനി പ്രീവിയസ് ഇയറിൽ D0 ആണ് കൊടുത്തതെങ്കിൽ D0നെ D1 ആക്കണമെന്നുണ്ടെങ്കിൽ D0 ഇൻറ്റു 1 പ്ലസ് ഗ്രോത്ത് റേറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രോത്ത് റേറ്റിനെ എപ്പോഴും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 1 പ്ലസ് എന്ന് വരുമ്പോൾ എപ്പോഴും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് D1 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് റേറ്റ്. ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് വരുന്നത്. ഇൻ കേസ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ താഴെ മാർക്കറ്റ് പ്രൈസിന് പകരം നെറ്റ് പ്രൊസീഡ്സ് വരുന്നു. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രൈസ് ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് കാണുന്നുണ്ടെങ്കിൽ D1 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത് റേറ്റ് കണ്ടാൽ മതി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ടു ഇവാലുവേറ്റ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു ഇവാലുവേഷൻ നടത്തണമെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തത് ഇറ്റ് എൻഷുവേഴ്സ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഈ ഒരു മെത്തേഡ് രണ്ടാമതായിട്ട് പറയുന്ന മെറിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇത് നല്ലതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിമെറിറ്റ്സിൽ പറയുന്നത് ദ മെയിൻ ഡിഫിക്കൽട്ടി ഇൻ ദിസ് അപ്രോച്ച് ഇസ് ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പ്രൈസ് എപ്രിസിയേഷൻ. അതായത് പ്രൈസ് എപ്രിസിയേഷൻ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഗ്രോത്ത് റേറ്റ് കാണാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് അത്ര മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഡിമെറിറ്റായിട്ട് ആ ഒരു പോയിന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നിങ്ങൾ അതിനൊന്നും ബൈഹാർട്ട് പഠിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമ്പിൾ 7. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 each. The flotation costs are expected to be 5% of the share price. The company pays a dividend of ₹10 per share initially and the growth in dividends is expected to be 5%. Okay, compute the cost of new equity shares. ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. അതായത് നെറ്റ് പ്രൊസീഡ്സ് ഡിനോമിനേറ്റർ വരുന്ന ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഇസ് 150. ഓക്കെ, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളോട് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റും കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ന്യൂ ഇക്വിറ്റി ഷെയറിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് D1 ആണ് ഇവിടെ വേണ്ടത്. D1 ദ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ₹10 ആണ്. അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ 100 രൂപയാണ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ 100 രൂപയിൽ നിന്നും ഫ്ലോട്ടേഷൻ ചാർജായി 5% കുറച്ചാൽ ₹95 താഴെ വരും.
ഇൻറ്റു ഓക്കെ അതാണ് 100, അതാണ് ഇവിടെ 100 കൊടുത്തിരിക്കുന്നത്. ഓക്കെ 100 മൈനസ് 5 ഫ്ലോട്ടേഷൻ ചാർജ് 5%, അപ്പോൾ 95 വരിക. ഓക്കെ സോ 10 ഡിവൈഡ് ബൈ 95 ഇൻറ്റു 100 കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആണ് നമ്മുടെ ഇക്വേഷനിലുള്ള 100 പ്ലസ് 5%. ഓക്കെ 5% മീൻസ് 5 ഡിവൈഡ് ബൈ 100 ആണ്. ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് 15.53 ആണ്. ഓക്കെ അതാണ് കോസ്റ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് ന്യൂ ഇഷ്യൂവിൽ വരുന്നത്. ഇനി ഓൾഡ് ഇഷ്യൂവിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഓൾഡ് ഇഷ്യൂവിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് G. അപ്പോൾ D1 ഇസ് 10 മാർക്കറ്റ് പ്രൈസ് 150 കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു 100 പ്ലസ് 5%, അതിൽ 11.67% ആണ് നമ്മുടെ ഓൾഡ് ഇക്വിറ്റിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ ഇനി ഡിവിഡൻഡ് ഗ്രോത്ത് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് ആണെങ്കിൽ, നമ്മൾ കോൺസ്റ്റൻറ്റ് റേറ്റ് ഡിവിഡൻഡ് ഗ്രോത്ത് ആണെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുകയെന്ന് കണ്ടു. ഇനി ഡിഫറെൻറ്റ് റേറ്റ് ആണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ടേബിൾ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിനൊരു ഇക്വേഷൻ ഫോർമുലായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷനാണ് എഴുതേണ്ടത്. P0 ഇസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ 1 പ്ലസ് KE. അത് P0 പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് വരുന്നത്. ഓക്കെ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് ഓരോ വർഷവും നമ്മൾ നേരത്തെ കണ്ടതിൽ ഇപ്പോൾ 10% ഡിവിഡൻഡ് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഡിവിഡൻഡ് ആണെങ്കിൽ 100 രൂപ ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ ആദ്യ വർഷം 10 കിട്ടും, 10% പിന്നെ 20, അങ്ങനെ കിട്ടിപ്പോവുക ചെയ്യും. അപ്പോൾ എന്താണ്, അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടേ കയറി പോകുള്ളൂ. ഇവിടെ അത് ഡിഫറെൻറ്റ് റേറ്റിലാണ് കയറി പോകുന്നത്. ആദ്യ വർഷം 10%, പിന്നീട് 15%, പിന്നീട് 30%, ആ രീതിയിലാണ് ഡിവിഡൻഡ് കയറി പോകുന്നതെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. ഇലസ്ട്രേഷൻ 9 അല്ലെങ്കിൽ എക്സാമ്പിൾ 9 ശ്രദ്ധിക്കുക. ഇക്വിറ്റി ഷെയർസ് ഓഫ് എ കമ്പനി ആർ കറൻ്റ്ലി സെല്ലിംഗ് അറ്റ് rupees 134 ഈച്ച്. അതായത് ഓരോ ഇക്വിറ്റി ഷെയർ 134 രൂപക്കാണ് വിൽക്കുന്നത്. ഇറ്റ് ഈസ് കറൻ്റ്ലി പേയിങ് എ ഡിവിഡൻഡ് ഓഫ് rupees 3.5 പെർ ഷെയർ. 3.5 ആണ് ഒരു ഡിവിഡൻഡ് ഒരു ഷെയറിന് കൊടുക്കുന്നത്. ദ ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് 15% ഫോർ 6 years. ആദ്യം 6 വർഷം 15% വളർച്ച ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്, പിന്നീട് 8% വളർച്ച ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യമുള്ളത്. ഓക്കെ അപ്പോൾ ആദ്യ 6 വർഷങ്ങൾ 15% ഡിവിഡൻഡ് വളരും, പിന്നീട് അത് 8% വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യ സ്റ്റെപ്പിൽ പറയുന്നത് കമ്പ്യൂട്ട് ഡിവിഡൻഡ് ടിൽ ദി എൻഡ് ഓഫ് ദി ഇയർ വിത്ത് ദി ഫൈനൽ ചേഞ്ച് ഇൻ ഗ്രോത്ത് ഓഫ് ഡിവിഡൻഡ് ടേക്ക് പ്ലേസ്. അതായത് ആദ്യം തന്നെ എന്താണ് ഈ ചേഞ്ച് വരുന്നതിന് മുൻപായിട്ടുള്ള ഈ 15% എന്താ ചെയ്യുക, ഡിവിഡൻഡ് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ 7 വർഷത്തെ ഡിവിഡൻഡ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. ഈ കൊടുത്ത മാതിരി 7 വർഷത്തെ ഡിവിഡൻഡ് കമ്പ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ വർഷം 0 ഇയറാണ് വരുന്നത്. ഓക്കെ അതിൽ 3.5 ആണ് ഡിവിഡൻഡ് വരുന്നത്. രണ്ടാമത്തെ വർഷം വരുന്നത് ഈ 3.5ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, 3.5ൻ്റെ 15% ആഡ് ചെയ്യുക. 3.5ൻ്റെ കൂടെ 3.5ൻ്റെ 15% ആഡ് ചെയ്താൽ 4.025 കിട്ടും. ഇനി ഈ വർഷം 4.025ൻ്റെ എന്ത് ആഡ് ചെയ്യുക, 15%. 4.025 ഇൻറ്റു 15/100. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 15% ആഡ് ചെയ്താൽ ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഇത് കിട്ടിക്കഴിഞ്ഞാൽ 4.63 പ്ലസ് 4.63 ഇൻറ്റു 15/100 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5.32. അങ്ങനെ പിന്നീട് 5.32 പ്ലസ് 5.32 ഇൻറ്റു 15/100 ഇത് ആഡ് ചെയ്യുമ്പോൾ 6.12 കിട്ടും. ഇനി 6.12ൻ്റെ കൂടെ അതേമാതിരി 6.12 അങ്ങനെ വന്നാൽ എന്ത് കിട്ടി, 7.04. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വെട്ടിയിട്ട് ഇവിടെ 7.04 ചെയ്താൽ
8.10 കിട്ടി. ലാസ്റ്റ് ഇയർ മാത്രം നമ്മൾ ചെയ്യേണ്ടത് ഈ 8.10 പ്ലസ് 8.10 ഇൻറ്റു 15/100 ചെയ്താൽ 8.75 കിട്ടും. ഓക്കെ, ലാസ്റ്റ് ഇയർ മാത്രമേ റേറ്റ് ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 5 ആറാമത്തെ വർഷം വരെ 6 കഴിഞ്ഞിട്ട് 7ാമത്തെ ഒരു വർഷം കൂടി നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ട് മാർക്കറ്റ് പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദി ഫൈനൽ ചാർജ് ഇൻ ഗ്രോത്ത് ഓഫ് ഡിവിഡൻഡ് ടേക്ക് പ്ലേസ്. അതായത് ഈ വർഷത്തുടക്കമുള്ളതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ D7, D1, D2, D3, D4, D5, D6, D7 ആണിത്. അപ്പോൾ D7ൻ്റെ ഡിവിഡൻഡ് വരുന്നത് 8.75 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എത്ര? 0.08 ആണ്. 8% അതിന് ഗ്രോത്ത് റേറ്റ്. KE അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണണം? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് കാണേണ്ടത്. നമ്മൾ ആദ്യം തന്നെ 12% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് ഗസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ ക്യാഷ് ഫ്ലോസ്, ഓക്കെ, ആ ക്യാഷ് ഫ്ലോസ് നമ്മൾ എഴുതി വെക്കുക. അത് 1 to 6 വരെ. ആ 0 ഇയറിൻ്റെ എഴുതണ്ട. ഓക്കെ, ആ 0 ഇയറിൻ്റെ നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നേരത്തെ മുകളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന 0 to 7 ഇയേഴ്സ് വരെയുള്ളതിൽ ഈ 1 മുതൽ എഴുതിയാൽ മതി, 0 എഴുതണ്ട. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ താഴെ ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 12നെ ഗസ് ചെയ്യാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ PV ഫാക്ടർ ആയിട്ട് എടുക്കുക. 12നും PV ഫാക്ടർ ആയിട്ട് ആ PV ഫാക്ടർ ഫുള്ളോട് എഴുതി വെക്കുക. അതായത് ആദ്യത്തെ ഇവിടെ എഴുതേണ്ടത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12/100 റേസ് ടു 1. ഓക്കെ, അപ്പോൾ 12/100 എന്താവും? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.12 റേസ് ടു 1 ഇവിടെ വരും. റേസ് ടു 1. ഓക്കെ, അതാണ് എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. ഇനി റേസ് ടു 2 ആണ് ഇവിടെ വരുന്നത്. റേസ് ടു 3 ആണ് ഇവിടെ വരുന്നത്. റേസ് ടു 4 ആണ് ഇവിടെ വരുന്നത്. റേസ് ടു 5 ആണ് ഇവിടെ വരുന്നത്. റേസ് ടു 6 ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ PV ഫാക്ടേഴ്സ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു. ഇവിടെ എഴുതി വെച്ചിട്ട് ഇതിൻ്റെ നമ്മളൊരു ടോട്ടൽ കാണുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുക. 8.75, അതായത് ലാസ്റ്റ് കിട്ടിയ ഡിവിഡൻഡ്, അതായത് നമ്മുടെ 7ാമത്തെ വർഷം കിട്ടുന്ന ഡിവിഡൻഡ് ഇവിടെ എഴുതി വെക്കുക. ഡിവൈഡഡ് ബൈ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന 0.12, അതായത് 12%നെ നമ്മൾ അസ്യൂം ചെയ്ത കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതിനെ 100 ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് എന്താണ്? ലാസ്റ്റ് ഇയറിൻ്റെ ഗ്രോത്ത് റേറ്റ് മൈനസ് ചെയ്യുക. ഇൻറ്റു ലാസ്റ്റ് വന്നിരിക്കുന്ന PV ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നിങ്ങൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 133.963. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്ന ഷെയർ പ്രൈസ് എന്ന് വെച്ചാൽ 134 ആയിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12% അസ്യൂം ചെയ്യുമ്പോൾ കിട്ടിയത് 133.963 ആണ്. ഓൾമോസ്റ്റ് നിയർ ടു 134 ആണ്. 0.0378 നമ്മുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് 12% അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അസംഷൻ വെക്കണം. അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഇത് ഒരു സംഖ്യ എടുത്ത് നോക്കുക. അപ്പോൾ കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു രണ്ടോ 3 പോയിന്റ് താഴെയുള്ളൊരു പെർസെൻറ്റേജ് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കുക. ഓക്കെ, മെയിനായിട്ട് ഈ സ്റ്റെപ്പുകളിലാണ് നമുക്ക് ആൻസറിൽ മാർക്ക് കിട്ടുന്നത്. ആ സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് ഇവിടെ തന്നെ പോലും ഇവിടെ പോലും 0 കിട്ടിയിട്ടില്ല എന്നാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഈ അസംഷൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ essay ചോദ്യമായിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇനി അടുത്ത മെത്തേഡ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഗ്രോത്ത് മെത്തേഡിൽ കോൺസ്റ്റന്റ് ഗ്രോത്തും അതേപോലെ എന്താണ് ഡിഫറെൻറ്റ് റേറ്റിൽ വരുന്ന ഗ്രോത്തും ഉള്ള രണ്ട് പ്രോബ്ലംസ് കണ്ടു. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഏർണിങ്സ് പ്രൈസ് മെത്തേഡാണ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയർ വിത്ത് ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെ ഡിസ്കൗണ്ട് റേറ്റുമായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിനെ ഡിസ്കൗണ്ട് റേറ്റുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? പ്രസന്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട്. ഓക്കെ, വിത്ത് കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി is equal to earning per share divided by market price or net proceeds into 100. Okay, so the method is used in the following cases. താഴെ പറയുന്ന കേസുകളിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് when the earning per share is expected to remain constant. earning per share കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഏർണിംഗ് പെർ ഷെയർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ, അതിന് മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. എന്ത്? ഏർണിംഗ്സ് പെർ ഷെയർ. വെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് 100%. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈ ഒരു മെത്തേഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ 100% ആയിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് വെൻ എ ഫേം ഇസ് എക്സ്പെക്റ്റഡ് ടു ഏൺ ആൻ എമൗണ്ട് ഓൺ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. വെൻ എ ഫേം ഇസ് എക്സ്പെക്റ്റഡ് to earn an amount on new equity share capital which is equal to the current rate of earning. അതായത് ഒരു സ്ഥാപനത്തിന് പുതിയ ഇക്വിറ്റി ഷെയറിൽ നിന്നും ഒരു ഏർണിങ്സ് ലഭിക്കുകയാണെങ്കിൽ. ലാസ്റ്റ് പോയിന്റ് വെൻ ദ ഷെയർ പ്രൈസ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഷെയറിന്റെ പ്രൈസ് ഏർണിംഗ് പെർ ഷെയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ, ഷെയറിന്റെ പ്രൈസ് ഏർണിംഗ് പെർ ഷെയറിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കേസുകളിലൊക്കെയാണ് എന്ത് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇതിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. EPS ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ഏർണിങ്സ് പ്രൈസ് മെത്തേഡിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഏർണിങ്സ് പ്രൈസ് മെത്തേഡ് ഇസ് ദാറ്റ് ഇറ്റ് കൺസിഡേഴ്സ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ഭാവി പ്രോസ്പെക്ട്, ഭാവി തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏർണിങ്സ് മെത്തേഡ്, ഏർണിംഗ് പെർ ഷെയർ മെത്തേഡ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഇറ്റ് കൺസിഡേഴ്സ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട് ഓഫ് എ കമ്പനി. ഇനി രണ്ടാമത്തെ പറഞ്ഞത് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, ആകെ ഒരു മെറിറ്റ് മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമതായിട്ട് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ദിസ് അപ്രോച്ച് ഹാസ് 3 മെയിൻ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ മെറിറ്റ് ആയിട്ട് ആകെ ഒരു കാര്യമേ പറയാനുള്ളൂ. ലിമിറ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ആയിട്ട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് ഓൾ ഏർണിങ്സ് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഫോം ഓഫ് ഡിവിഡൻഡ്. ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനിക്ക് വരുന്ന എല്ലാ പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്? അതൊരു ഡിമെറിറ്റ് ആണ്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കുന്നത് ശരിയല്ല. കാരണം ഡിവിഡൻഡ് പൂർണ്ണമായിട്ടും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തോളണം എന്നില്ല. കമ്പനി റീറ്റെയിൻഡ് ഏർണിങ്സ് വെക്കും. കമ്പനി കിട്ടുന്ന പ്രോഫിറ്റ് കമ്പനി കൈവശം വെച്ചിട്ട് കൂടുതൽ ബിസിനസ്സിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ കനോട്ട് ബി അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. ഏർണിംഗ് പെർ ഷെയർ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കില്ല, പ്രത്യേകിച്ച് ഇക്വിറ്റി ഷെയറിന്റെ കേസിലാണെങ്കിൽ. അപ്പോൾ അത്തരം ഒരു അസംഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അസംഷൻ തന്നെ റോങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കേസ് ഷെയർ പ്രൈസ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റീറ്റെയിൻഡ് ഏർണിങ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ഷെയർ പ്രൈസ് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കില്ല. കാരണം ഇൻവെസ്റ്റ്മെന്റിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് ഇൻക്രീസ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി, വലിയ മാർക്കിന് ചോദിക്കില്ല. മെയിനായിട്ട് ഈ മെത്തേഡ് എന്താണെന്നുള്ളത് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നമുക്ക് ഇതിന്റെ മെയിൻ പോയിന്റിലേക്ക് കിടക്കാം, ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 11 ശ്രദ്ധിക്കുക. എ കമ്പനി ഈസ് കൺസിഡറിങ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് 50 lakh. ഒരു കമ്പനി 50 ലക്ഷം എക്സ്പെൻഡിച്ചർ കണക്കാക്കുന്നു ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഫോർ എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് കമ്പനിയുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി 50 ലക്ഷമാണ് കണക്കാക്കിയിരിക്കുന്നത്.
ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് ആസ് ഫോളോ. താഴെ അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 10 ലക്ഷമാണ്. 10 ലക്ഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് വാല്യൂ, ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ 60 റുപ്പീസ് ആണ്. നെറ്റ് ഏർണിംഗ്സ് എന്ന് വെച്ചാൽ 90 lakhs ആണ്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെയും പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെയും എന്ത് കണക്കാക്കുക, കോസ്റ്റ് കണക്കാക്കുക. അസ്യൂമിംഗ് ദാറ്റ് ന്യൂ ഷെയർസ് വിൽ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഓഫ് 55 per share. പുതിയ ഷെയർ 55, ന്യൂ ഷെയറിന്റെ വില 55 രൂപയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഷെയറിന്റെ വില, ഓൾഡ് വില എന്ന് വെച്ചാൽ 60 രൂപയാണ്. നെറ്റ് ഏർണിംഗ്സ്, കമ്പനിക്ക് ഉണ്ടായ പ്രോഫിറ്റ് 90 lakhs ആണ്. ഇനി ന്യൂ ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ന്യൂ ഷെയർസിന്റെ ഒരു ഷെയറിന്റെ വില എന്ന് വെച്ചാൽ 55 രൂപയാണ്. നമ്മളോട് ഓൾഡ് ഷെയറിന്റെയും ന്യൂ ഷെയറിന്റെയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് മെത്തേഡ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ മെത്തേഡ് പ്രകാരം. ശ്രദ്ധിക്കുക, സൊല്യൂഷൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഇക്വേഷൻ എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ഏർണിംഗ് പെർ ഷെയർ മെത്തേഡ് ഇസ് ഈക്വൽ ടു EPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. EPS നമ്മൾ കണക്കാക്കണം. ഓക്കെ, അപ്പോൾ EPS കണക്കാക്കുന്നത് ഓൾഡ് ഷെയറിൻ്റെതാണെങ്കിൽ EPS എത്രയാണ്, കമ്പനിക്ക് വന്ന പ്രോഫിറ്റ് എത്രയാണ്. കമ്പനിക്ക് വന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 90 lakhs ആണ്. 90 lakhsന് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഓൾഡ് ഉണ്ടായിരുന്നു, 10 lakh ഷെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 10, 0 വെട്ടിക്കളഞ്ഞാൽ വരാൻ പോകുന്നത് എന്താണ്, 9 rupees ആണ്. ഓക്കെ, സോ ഏർണിംഗ് പെർ ഷെയർ ഇസ് 9. ഇനി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ഓൾഡ് പ്രൈസ് എന്ന് വെച്ചാൽ 60 രൂപയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ഓൾഡ് ഷെയർ അക്കോർഡിംഗ് ടു ഏർണിംഗ് പെർ ഷെയർ മെത്തേഡ് ഇസ് ഈക്വൽ ടു ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഇസ് 60 ഇൻറ്റു 100. സോ ഇറ്റ് ഈസ് 15%, 15%. സോ അക്കോർഡിംഗ് ടു ദ earning per share method, the cost of equity of new share capital or new equity capital according to earning per share method is equal to EPS divided by net proceeds into 100. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ വില കൊടുത്തിട്ടുണ്ട്, അത് 55 രൂപയാണ്. അതിന് കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ, അതിന് ഫ്ലോട്ടേഷൻ ചാർജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 55 എന്ന് ഫ്ലോട്ടേഷൻ ചാർജ് മൈനസ് ചെയ്യാം. അപ്പോൾ 50 രൂപയാണ് നെറ്റ് പ്രൊസീഡ്സ്. നമ്മൾ ഇതിന് മുൻപ് കണ്ടതാണ്, ഫ്ലോട്ടേഷൻ ചാർജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കോസ്റ്റ് ഓഫ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 50 രൂപയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഏർണിംഗ് പെർ ഷെയർ 9 rupees ആണ്. ഡിവൈഡഡ് ബൈ 50 ആണ് ഇവിടെ വരിക. കാര്യം നെറ്റ് പ്രൊസീഡ്സ് 50 ആണ്. ഇൻറ്റു 100, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 18%. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെയും നമ്മുടെ ന്യൂ ഷെയറിൻ്റെയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ഏർണിംഗ് പെർ ഷെയർ മെത്തേഡാണ് നമ്മൾ കണക്കാക്കിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ആദ്യം EPS കാണുക. ഓരോന്നിൻ്റെ ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ പുതിയ ഷെയർ ആകുമ്പോൾ, പുതിയ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ എപ്പോൾ അത് നെറ്റ് പ്രൊസീഡാണ് വരിക. എക്സിസ്റ്റിംഗ് ഷെയർ ആണെങ്കിലാണ് അതിന് മാർക്കറ്റ് പ്രൈസ് വരിക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസിന് എന്താണ് ഫ്ലോട്ടേഷൻ ചാർജും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷേ നെറ്റ് പ്രൊസീഡ്സ് എന്താണ്, ഇതേപോലെ ഫ്ലോട്ടേഷൻ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അത് മൈനസ് ചെയ്തുകൊണ്ട് കണക്ക് ചെയ്യാം. ഓക്കെ, another method for computing cost of equity is realized yield method. Okay, realized yield method. Next method, when future dividend and market price are uncertain. Future dividend uncertain ആണ്, അതേപോലെ മാർക്കറ്റ് പ്രൈസും uncertain ആണ്. നമ്മൾ ആദ്യം കണ്ട ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ, ഡിവിഡൻഡ് മോഡലിലൊക്കെ എന്താണ്, ഫ്യൂച്ചർ കിട്ടാൻ പോകുന്ന ഡിവിഡൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കിയത്. പിന്നീട് നമ്മൾ ഏർണിംഗ് പെർ ഷെയർ മെത്തേഡിൽ ഈ പറയുന്ന മാതിരി നമ്മൾ ഏർണിംഗ് പെർ ഷെയറും അതേമാതിരി മാർക്കറ്റ് പ്രൈസും അതേ നെറ്റ് പ്രൊസീഡൊക്കെ നമ്മൾ കണക്കാക്കിയിട്ട് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടു. ഇനി ഇതൊക്കെ അൺസർട്ടൺ ആണെങ്കിൽ, ഇതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഒരു ധാരണ ഇല്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിയലൈസ്ഡ് yield മെത്തേഡ്. ഓക്കെ, so when future dividend and market price are uncertain, it is very difficult to estimate the rate of return on investment. In order to overcome this difficulty, the average rate of return actually realized in the past few years by the investors is used to determine the cost of capital. Under this method, realized yield is discounted at the present value factor and then compared with the value of investment. അതായത് നമുക്ക് ഭാവിയിൽ കിട്ടിയിരിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അടിസ്ഥാനപ്പെടുത്തി അതിനൊരു ആവറേജ് കണക്കാക്കി അതിൻ്റെ പ്രസന്റ് വാല്യൂ ഇട്ടിട്ടാണ് നമ്മൾ റിയലൈസ്ഡ് yield മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണക്കാക്കുക. ഓക്കെ,
അപ്പോൾ ഇത് ഒരു തിയറി പോർഷൻ മാത്രമാണ്, തിയറി ആയിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ റിയലൈസ്ഡ് yield മെത്തേഡ്? ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെൻ ഡിവിഡൻഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഈസ് അൺസർട്ടൻ. ഓക്കെ, അപ്പോൾ അതാണ് റിയലൈസ്ഡ് yield മെത്തേഡ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ അപ്രോച്ച്, CAPM. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് മെത്തേഡാണിത്. ഇക്വിറ്റി പ്രൈസിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് മെത്തേഡാണ് CAPM അല്ലെങ്കിൽ CAPM എന്നും പറയുന്നത്. CAPM എന്നും പറയും. ഓക്കെ, വളരെ ഫേമസ് ആണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ വില്യം ഷാർപ്പ് ഒരു നോബൽ പ്രൈസ് വിന്നറും കൂടിയാണ്. ഇദ്ദേഹമാണ് CAPM എന്ന് പറയുന്ന ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തി. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഈ അപ്രോച്ച് പ്രകാരം ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഈ മെത്തേഡ് പ്രകാരം ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന റിസ്ക്കുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില നമ്മൾ നേരത്തെ കണ്ടു, ഡിവിഡൻഡിന്റെ അടിസ്ഥാനം കണ്ടു, ഡിവിഡൻഡിന്റെ ഗ്രോത്തിന്റെ അടിസ്ഥാനം കണ്ടു, അതേമാതിരി ഏർണിംഗ് പെർ ഷെയറിന്റെ അടിസ്ഥാനം നമ്മൾ കണ്ടു. ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡലിൽ വില്യം ഷാർപ്പ് പറയുന്നത് ഇതൊന്നുമല്ല അതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഒരു ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ആ റിസ്കിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ റിസ്കിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്വിറ്റി ഷെയറിന്റെ വില നിയന്ത്രിക്കപ്പെടുന്നത്. ഇഫ് മോർ റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് വിൽ പ്രൊവൈഡ് മോർ റിട്ടേൺ. കൂടുതൽ റിസ്ക് ഉള്ള ഇക്വിറ്റി ഷെയറുകളാണെങ്കിൽ, കൂടുതൽ റിസ്ക് ഉള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ കൂടുതൽ റിട്ടേൺ അത് പ്രൊവൈഡ് ചെയ്യും. കുറവ് റിസ്ക് ഉള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കുറവ് റിസ്ക് ഉള്ള ഷെയറുകളോ സ്റ്റോക്കുകളോ ബോണ്ടുകളോ ആണെങ്കിൽ അത് കുറഞ്ഞ റിട്ടേൺ മാത്രമേ, കുറഞ്ഞ വരുമാനം മാത്രമേ ഇൻവെസ്റ്റർക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ, സോ റിസ്ക് ഇസ് എ മെയിൻ ഫാക്ടർ ഇൻ ഡിസൈഡിങ് ദ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലെസ് റിസ്ക് ഇറ്റ് വിൽ പ്രൊവൈഡ് ലെസ് റിട്ടേൺ. Thus, this model states that as the level of risk increases, the investor would expect higher return. അപ്പോൾ റിസ്ക് കൂടുതലുള്ള സെക്യൂരിറ്റീസ് ആണ് ഇൻവെസ്റ്റർ വാങ്ങാൻ പോകുന്നതെങ്കിൽ അയാളുടെ അവകാശമാണ് അതിന് കൂടുതൽ റിട്ടേൺ ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർദ്ധിക്കും. റിസ്ക് കുറയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഇതാണ് CAPM അല്ലെങ്കിൽ CAPM മെത്തേഡിൽ പറയുന്നത്. ഇത്രയും പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. തിയറി ചോദിക്കാനും വളരെ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണിത്. ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ ഉണ്ടാക്കിയ ആളുടെ, ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് വില്യം എഫ് ഷാർപ്പ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇനി അടുത്തത് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡൽ പ്രകാരം ഏത് ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കുക എന്നുള്ളതാണ്. ഏത് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് മോഡലിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണക്കാക്കുക എന്നുള്ളതാണ്. സോ അക്കോർഡിംഗ് ടു ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് അപ്രോച്ച്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ബീറ്റ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു റേറ്റ് ഓഫ് മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് മാർക്കറ്റ് ഈസ് ഓൾസോ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് RF. താഴെ ഇത് F ആണ്, ഇത് M ആണ്, ഇത് ആവറേജ് മാർക്കറ്റ് റിട്ടേൺ ആണ്, ഇത് ദ ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് അതിൻ്റെ റിസ്ക് ഫാക്ടറാണ്. ബീറ്റ എന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടറാണ്, ഇത് റിട്ടേണിൻ്റെ എമൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിംഗ് അപ്രോച്ച്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നന്നായിട്ടൊന്ന് വായിച്ച് വെച്ചേക്കുക. ചിലപ്പോൾ അതും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെറിറ്റ്സ് എന്നാണ്, ഇത് തിയറിറ്റിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. തിയറി വൈസ് നമുക്ക് വളരെ ക്ലിയർ ആയി തോന്നും. കാര്യം റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടണമല്ലോ അല്ലേ. അപ്പോൾ ഒരു റിസ്ക് നമ്മൾ കൂടുതൽ എടുക്കുന്ന നേരത്ത് നമുക്ക് അതിന് കൂടുതൽ വരുമാനം അല്ലെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഇൻ തിയറി വൈസ് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണത്. അല്ലെ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ശരിയാണ്, ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് അത് പറയുന്നത്. റിസ്ക് കൂടുന്ന നേരത്ത് ഒരു ഇക്വിറ്റിയുടെ റിട്ടേൺ കൂടണം, ഇൻവെസ്റ്റർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം. ആ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിട്ടേണിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഡയറക്ട്ലി കൺസിഡേഴ്സ് റിസ്ക് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ബീറ്റ ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ റിസ്കിനെ ബീറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂവിൽ അളന്ന് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് കൊടുത്തിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു മെറിറ്റ് ആണ് അതിൻ്റെ. ഓക്കെ, ഒരു റിസ്കിന് ഒരു മെഷർമെന്റ് കൊടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസ്ക് വെറുതെ വേഗമായിട്ട് പറയല്ല, റിസ്കിന് ഒരു മെഷർമെന്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന് ഡിമെറിറ്റ്സ് നമുക്ക് നോക്കാം. ഡിമെറിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. Demerits of capital asset pricing model. So the first demerit is it does not include the market price. ഇത് മാർക്കറ്റ് പ്രൈസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, some problems are involved in the practical application of
ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഇൻ കളക്ടിങ് ഡാറ്റ. അത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, ബീറ്റ മെഷർ ഓഫ് റിസ്ക് കൺസിഡേഴ്സ് ഓൺലി സിസ്റ്റമാറ്റിക് റിസ്ക്. രണ്ട് തരം റിസ്ക് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് കൂടുതൽ എന്താണ്, മാർക്കറ്റ് ഫോഴ്സ് എന്നൊക്കെ വരുന്ന റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് ഒരു സ്ഥാപനത്തിനുള്ളിൽ മാത്രം വരുന്ന റിസ്ക് ആണ്. അപ്പോൾ ഇത് വെറും സിസ്റ്റമാറ്റിക് റിസ്ക്, ഓവറോൾ ഇൻഡസ്ട്രിയിലുള്ള റിസ്ക് മാത്രമേ ഇത് പരിഗണിക്കുന്നുള്ളൂ. ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന റിസ്ക് കൃത്യമായിട്ടും എന്ത് പരിഗണിക്കുന്നില്ല, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്കിതൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സാമ്പിൾ 12 ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 12. അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റിംഗ് ടു എ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റ തന്നിരിക്കുന്നു. റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് 11% തന്നിരിക്കുന്നു. ബീറ്റ കോവിഷ്യൻ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെല്ലാം തരുന്നുണ്ട്. അതായത് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് 11%. ഓക്കെ, ഇനി ബീറ്റ കോവിഷ്യൻ്റ് തന്നിരിക്കുന്നത് 1.25 ആണ്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അണ്ടർ CAP മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, അസ്യൂമിങ് എ മാർക്കറ്റ് റിട്ടേൺ ഓഫ് 15%. അതായത് മാർക്കറ്റ് റിട്ടേൺ ആയിട്ട് 15% തന്നിരിക്കുന്നു. നെക്സ്റ്റ് ഇയർ വാട്ട് വുഡ് ബി ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ബീറ്റ കോവിഷ്യൻ്റ് ഈസ് 1.75. അപ്പോൾ ബീറ്റ കോവിഷ്യൻ്റ് ആദ്യം ഇതാണെങ്കിൽ എത്ര വരും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പ്രകാരം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇനി ബീറ്റ കോവിഷ്യൻ്റ് ഇതാണെങ്കിൽ എത്രയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അപ്പോൾ ആദ്യം തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പ്രകാരമുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഇക്വേഷൻ എഴുതി വെക്കുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഓഫ് ബീറ്റ കോവിഷ്യൻ്റ് ഓഫ് ദ ഫേം ഇൻറ്റു റിട്ടേൺ ഓഫ് മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ബീറ്റ 0.25 ആണെങ്കിൽ ഇങ്ങനെ വരും. 11 എന്ത് റിസ്ക് ഫ്രീ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിന് മാറ്റമില്ല. പ്ലസ് 1.25 ഇൻറ്റു 15 ആണ് മാർക്കറ്റ് റിട്ടേൺ മൈനസ് 11. ഓക്കെ, രണ്ടാമത്തേൽ ഈ പറയുന്ന ഈ ഒരു റേറ്റ് ആണ് ബീറ്റ കോവിഷ്യൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ മാറുക, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന നേരത്ത് 16% കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ 18% വരുന്നത്. കാര്യം റിസ്ക് ബീറ്റ ഫാക്ടർ ഇവിടെ കൂടി 1.25 1.75 കൂടി. ഓക്കെ, ഈ ഒരു വളർച്ച കാരണം എന്ത് കൂടി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കൃത്യമായി ചെയ്യുക. കാര്യം 11 പ്ലസ് എന്താണ് ഇവിടെ ആകുമ്പോൾ 0.25 ഇൻറ്റു 11 മൈനസ് ചെയ്താൽ 4. അപ്പോൾ എന്താണ് 1.25 ഇൻറ്റു 4 എത്രയാണ്, അത് 5 വരിക. അപ്പോൾ 11 പ്ലസ് 5 16 അതിവിടെ വന്നു. ഇവിടെ വരുന്ന നേരത്ത് 1.75 ഇൻറ്റു 4 എത്ര വരും, അത് 7 വരും. അപ്പോൾ 11 പ്ലസ് 7 എന്താണ് 18% വന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇത് ആ പേര് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ കാണുമ്പോഴോ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഇനി അടുത്തത് ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. മറ്റൊരു മെത്തേഡ് CAPM പോലെ മറ്റൊരു മെത്തേഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മെത്തേഡ് തന്നെയാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ. ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ M. Gordon to calculate the cost of equity. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ M. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം, ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. ഓക്കെ, അപ്പോൾ ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. അപ്പോൾ CAPM മാതിരി അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ മാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഗോർഡൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. ഓക്കെ, സോ ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ M. Gordon to calculate cost of equity. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ M. Gordon തയ്യാറാക്കിയ ഒരു മെത്തേഡാണിത്. ആസ് പെർ ദിസ് മോഡൽ ആൻ ഇൻവെസ്റ്റർ ഓൾവേസ് പ്രിഫേഴ്സ് ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ മെത്തേഡ് പറയുന്നത് ഇൻവെസ്റ്റർ എപ്പോഴും കുറവ് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ M. Gordon ആണ് ഇത് ഉണ്ടാക്കിയത്. ഇയാളുടെ പേര് നമ്മുടെ ആൻസറിൽ വരണം. അതേപോലെ എന്താണ് ഇവിടെ എഴുതുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഈ മെത്തേഡ് പ്രകാരം ഈ മെത്തേഡ് എന്ത് അസ്യൂം ചെയ്യുന്നത്, ഇൻവെസ്റ്റർ എപ്പോഴും കുറവ് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പ്രിഫർ ചെയ്യുന്നത്. ദെർഫോർ എ കമ്പനി ഷുഡ് പേ റിസ്ക് പ്രീമിയം. അപ്പോൾ റിസ്ക് കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സെക്യൂരിറ്റീസ് കമ്പനി ഇറക്കണം, നേരത്തെ കമ്പനി റിസ്ക് പ്രീമിയം കൊടുക്കണം. റിസ്കിന് ഒരു അധികമായിട്ടുള്ള
റിട്ടേൺ ഇൻവെസ്റ്റർക്ക് കൊടുക്കണം. ഇത് തന്നെയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിലും പറഞ്ഞത്. Only on risky investment, Gordon model also suggests that an investor would always prefer those investments which provide him current income. ഓക്കെ, അതായത് ഇൻവെസ്റ്റർ എപ്പോഴും കറണ്ട് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ് എന്ത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ പ്രകാരമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇൻറ്റു 1+1 പ്ലസ് ഗ്രോത്ത് മീൻസ് എന്താണ് ജി ഡിവൈഡ് ബൈ 100 ആണ്. 1+ൻ്റെ കൂടെ എപ്പോഴും എന്താണ് ജിയോ ആറോ ഒക്കെ വരുന്ന നേരത്തെ അതിനെ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആ 1ൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ DE പ്ലസ് ജി. ഓക്കെ, അപ്പോൾ ഡി എന്ന് വെച്ചാൽ കറന്റ് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്, ജി എന്ന് വെച്ചാൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. ഇനി DE എന്ന് വെച്ചാൽ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. ഇനി അടുത്ത ടോപ്പിക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ജനറലി ഇറ്റ് ഈസ് തോട്ട് ദാറ്റ് റിട്ടേൺ ഏർണിംഗ്സ് ഡു നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പങ്ക് ഡിവിഡൻ്റായിട്ട് കമ്പനി വിതരണം ചെയ്യും. ബാക്കിയുള്ളൊരു പോർഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് കമ്പനി സൂക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഈ റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ ഇതുവരെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് പരിഗണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് റിട്ടേൺ ഏർണിംഗ്സിന് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദർ ഇസ് നോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിംഗ്സ്. ഓക്കെ, അതായത് റിട്ടേൺ ഏർണിംഗ്സിന് ഒരു എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇല്ല, കാര്യം നമുക്കത് കൃത്യമായിട്ട് ബുക്കിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, if a company does not retain any part of its profit and distribute the whole amount of profit as dividend, the income of equity shareholders would have been increased and they could earn a certain income by investing this amount. അതായത് കമ്പനി ഈ റിട്ടേൺ ഏർണിംഗ്സ് പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മുഴുവൻ ക്യാഷും അല്ലെങ്കിൽ മുഴുവൻ പ്രോഫിറ്റും ഡിവിഡൻ്റായിട്ട് ആർക്ക് പോകും? മുഴുവൻ പ്രോഫിറ്റും ഡിവിഡൻ്റായിട്ട് പുറത്തേക്ക് പോകും. അത് ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഈ റിട്ടേൺ ഏർണിംഗ്സ് ഒരു ഫാക്ടറാണെന്ത് ഈ ഡിവിഡൻഡ് കുറയാനായിട്ട്. ഓക്കെ, so it is a factor which is involved in cost of capital. Okay, അപ്പോൾ റിട്ടേൺ ഏർണിംഗ്സ് എങ്ങനെ കണക്കാക്കും എന്നുള്ളതിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ഡിവിഡൻഡ് ശ്രദ്ധിക്കുക, ഒന്നുകിൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ KR is equal to cost of retained earnings. അപ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സിന് മറ്റൊരു ഇക്വേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 1 - T. T മീൻസ് ടാക്സ് റേറ്റ് ഇൻറ്റു 1 - B is equal to ബ്രോക്കറേജ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ഇൻറ്റു 1 - ബ്രോക്കറേജ്. ഓക്കെ, അപ്പോൾ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. A firm's cost of equity is 15%. The average tax rate of shareholders is 40%. It is expected that 2% is brokerage cost that shareholders will have to pay while investing their dividend in alternative securities. What is the cost of retained earnings? എത്രയാണ് റിട്ടേൺ ഏർണിംഗ്സിൻ്റെ കോസ്റ്റ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. ഈ ടാക്സ് റേറ്റും ഈ പറയുന്ന ബ്രോക്കറേജും സിൻസ് ഇറ്റ് ഈസ് ബീൻ സബ്സ്ട്രാക്റ്റഡ് ഫ്രം 1 വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ 100. ആ പെർസെൻറ്റേജിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 1 - T ഇൻറ്റു 1 - B. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു 15% ഇൻറ്റു 1 - 40%. 100 ഡിവൈഡ് ചെയ്താൽ 1 - 0.4 ഇൻറ്റു 1 - 0.02. രണ്ടിനെ 100 ഡിവൈഡ് ചെയ്താൽ 0.02 വരിക. അപ്പോൾ 15 ഇൻറ്റു 0.6 ഇൻറ്റു 0.98 ഇസ് ഈക്വൽ ടു 8.82%. അപ്പോൾ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിംഗ്സ് എത്രയാണ്? 8.82. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതിലൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്.
ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാണ്ട് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, അത് ആ ഇക്വേഷൻസ് നിങ്ങൾ തറവാക്കി വെക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളത് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. After ascertaining the specific cost of capital of each source, that is cost of debt, cost of preference share, cost of equity and cost of retained earning. നമ്മൾ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എങ്ങനെ കണക്കാക്കാന്നുള്ളത് കണ്ടു. ആദ്യം കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കണ്ടു, പിന്നീട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടു, പിന്നീട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കണ്ടു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏർണിങ്സ് ഇതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടി കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മീനിങ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക: വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സമ്മറൈസസ് the after tax cost of the entire capital structure. After tax cost of the entire capital structure. It simply refers to the average cost of the various sources of finance. It is an average cost of all sources of funds in the capital structure, properly weighted by the proportion of each source in the total. Okay, total capital structure. It is known as composite cost of capital or overall cost of capital. ഒന്നുകൂടി വായിക്കാം. എന്താണിത്? ഇറ്റ് സമ്മറൈസസ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ദി എൻറ്റയർ ക്യാപിറ്റൽ സ്ട്രക്ചർ. മൊത്തം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ സിംപ്ലി റെഫേഴ്സ് ടു ദ ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. വിവിധ തരം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ആവറേജ് കോസ്റ്റ് ആണ്. പിന്നെയും പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എൻ ആവറേജ് കോസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ദി ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ്, ഇക്വിറ്റി, പ്രിഫറൻസ്, അതേപോലെ തന്നെ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആവറേജ് കോസ്റ്റാണെന്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇക്വേഷനിലേക്കും അതിൻ്റെ കണക്കിലേക്കും കിടക്കാം. ഓക്കെ, ഓവറോൾ കോസ്റ്റ് KO is weighted average cost of capital is equal to cost of debt into weight of debt. കോസ്റ്റ് അതിൻ്റെ വെയിറ്റ്, അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഇൻറ്റു വെയിറ്റ് ഓഫ് പ്രിഫറൻസ് ആഡ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു വെയിറ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക വെയിറ്റ് ഓഫ് ഡെപ്റ്റ് പ്ലസ് വെയിറ്റ് ഓഫ് പ്രിഫറൻസ് പ്ലസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഓവറോൾ ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ദ ഫോളോയിങ് ഇസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ ഉണ്ട്, 10 രൂപയാണ് ഒന്നിൻ്റെ വില. അങ്ങനെ 20 ലക്ഷത്തിന് ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11%. പ്രിഫറൻസ് ഷെയർ 50,000 ഷെയർ ഉണ്ട്, 10 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ 5 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 8% അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റീറ്റേൺ ഏർണിങ്സ് 10 ലക്ഷമുണ്ട്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 11%. ഡിബഞ്ചേഴ്സ് 1000 ഉണ്ട്, അതിൻ്റെ എമൗണ്ട് വരുന്നത് 15 ലക്ഷമുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 4.5%. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, പ്രസൻ്റ്ലി ദ ഡിബഞ്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് 94%, പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ആൻഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് 13% പെർ ഷെയർ. ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ബുക്ക് വാല്യൂ വെയ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. ഓക്കെ, ആദ്യം ബുക്ക് വാല്യൂ നോക്കാം. ബുക്ക് വാല്യൂ ഇത് ആദ്യം നിങ്ങളെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. 20 ലക്ഷം, 5 ലക്ഷം, 25, 10 ലക്ഷം, 15 ലക്ഷം, 25 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 50 ലക്ഷം രൂപ വന്നു. അപ്പോൾ അതാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. എന്നിട്ട് ഓരോന്നിൻ്റെയും, അതായത് ആദ്യം പ്രിഫറൻസിൻ്റെ വെയിറ്റ് നോക്കുക, അതിൻ്റെ വാല്യൂ എടുക്കുക, അത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിവൈഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100, 10% അല്ലെങ്കിൽ 0.1. ഇനി അതേപോലെ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ 20 ലക്ഷം, 20 ലക്ഷം ഡിവൈഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100, അതായത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ 50 ലക്ഷം, അതാണ് ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു 100, 40% അല്ലെങ്കിൽ 0.4. ഇനി റീറ്റേൺ ഏർണിങ്സിൻ്റെ എമൗണ്ട് വരുന്നത് 10 ലക്ഷം, 10 ഡിവൈഡഡ് ബൈ 50 ലക്ഷം ഇൻറ്റു 100, പെർസെൻറ്റേജ് വരുന്നത് 20% അല്ലെങ്കിൽ 0.2. അത് കഴിഞ്ഞിട്ട് ഡിബഞ്ചേഴ്സ് നോക്കുക, 15
lakh divided by 50 lakh. 15 lakh divided by 50 lakh into 100, 30% അല്ലെങ്കിൽ 0.3. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ വെയിറ്റ് കിട്ടി. പ്രിഫറൻസിൻ്റെ 0.1, ഇക്വിറ്റിയുടെ 0.4, റിട്ടേൺ ഏർണിങ്സിൻ്റെ 0.2, ഇനി ഡിബഞ്ചേഴ്സിൻ്റെത് 0.3. ഈ വെയിറ്റ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ടേബിളിൽ 1, 2, 3, 4, 5 5 കോളുള്ള ടേബിൾ വരയ്ക്കുക. ഓരോന്നിനും എന്താണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് ഫിനാൻസ് എഴുതി വെക്കുക. പ്രിഫറൻസ് ആണ് ആദ്യം, പിന്നീട് അതിൻ്റെ എമൗണ്ടുകൾ എഴുതി വെക്കുക, ബുക്ക് വാല്യൂ എഴുതി വെക്കുക, അതിൻ്റെ ബുക്ക് വാല്യൂ വെയിറ്റ് എഴുതി വെക്കുക, അതിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ആ കോസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10% ഇൻറ്റു 0.8%, 10 ഇൻറ്റു 8% ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇവിടേക്ക് എഴുതി വെക്കുക. ഓക്കെ, 10%, അതായത് 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ 0.80 വരും. 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 100, 4.40 വരും. നെക്സ്റ്റ് പേജിൽ അതേപോലെ തന്നെ റിട്ടേൺ ഏർണിങ്സിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും എമൗണ്ടുകൾ എഴുതി വെയ്റ്റ്സ് എഴുതുക, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എഴുതി വെക്കുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു ബുക്ക് വാല്യൂ ഈസ് 8.75. ഇനി ബുക്ക് വാല്യൂ പോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് ആണ് മറ്റൊരു മെത്തേഡ്. മാർക്കറ്റ് വാല്യൂ നോക്കുന്നതിന് മുൻപായിട്ട് ക്വസ്റ്റ്യനിൽ ചില ഡീറ്റെയിൽസ് നോക്കുക. അന്ന് ഡിബഞ്ചേഴ്സിൻ്റെ എന്താണ് 94% എന്താണ് ട്രേഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ പാറിനാണ്. ഇക്വിറ്റി ഷെയറിൻ്റെ വില 13 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റ് വാല്യൂവിൽ വെയിറ്റ് അസ്യൂം. അതിനോടൊപ്പം തന്നെ ഇക്വിറ്റി ഷെയറും റീറ്റെയിൻ ഏർണിങ്സും തമ്മിലുള്ളൊരു റേഷ്യോ നോക്കുക. 10 ലാക്കാണ് റീറ്റെയിൻ ഏർണിങ്, 20 ലാക്കാണ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ റേഷ്യോ വരുമ്പോൾ 2:1 ആണ്. 2 ഇക്വിറ്റി ആൻഡ് 1 ഈസ് റീറ്റെയിൻഡ്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എഴുതി വെക്കുക. അപ്പോൾ 2 ലക്ഷം ഇക്വിറ്റി ഷെയറുകളാണ് ഇറക്കേണ്ടത്. അത് 13 രൂപക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എഴുതി വെക്കുക 26 ലക്ഷം. അതിൽ ഇക്വിറ്റി ഷെയറും റീറ്റെയിൻ ഏർണിങ്സും കൂടി അടങ്ങിയ എമൗണ്ടാണ്. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റേൺ ഏർണിങ്സ് 1/3 വരെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ റേഷ്യോ 1/3 ആൻഡ് 2/3 ആണ്. അപ്പോൾ റീറ്റേൺ ഏർണിങ്സ് 26 ലക്ഷത്തിന് 1/3 ഇവിടെ എഴുതി വെക്കുക. 8,66,667 ആണ്. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എഴുതി വെക്കുക. 26 lakh ഇൻറ്റു 2/3 ആണ്. 17,33,333 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ റേഷ്യോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇനി പ്രിഫറൻസ് ഷെയറിൻ്റെ അത് പാർ വാല്യൂ തന്നെയാണ്, അത് 50,000 ആണ്. ഇനി ഡിബഞ്ചറിൻ്റെത് 94%, 15 ലക്ഷത്തിന് ഡിബഞ്ചറിൻ്റെ 94% മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ 14,10,000 രൂപക്കാണ് ഡിബഞ്ചർ വിറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ വിലകൾ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിനി വെയിറ്റ് കാണാം. ആദ്യം ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ കാണാം. ഇത് ഓക്കെ, ശ്രദ്ധിക്കുക. ഈ എമൗണ്ടുകളുടെ ടോട്ടൽ കാണാം. അപ്പോൾ കിട്ടിയ എമൗണ്ടാണ് 45,10,000 രൂപ. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡിനോമിനേറ്ററിൽ ഓരോന്നായിട്ട് എഴുതി വെക്കുക. എമൗണ്ടുകൾ നമുക്ക് നേരത്തെ അവിടെ കിട്ടിയ എമൗണ്ടുകൾ മേലെ എഴുതുക, അത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വെയിറ്റ് കിട്ടും. ഓക്കെ, ഈ വെയിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത മാതിരി ഒരു 5 കോളം വരുന്ന ടേബിളിൽ പേരുകൾ എഴുതുക. ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എഴുതി വെക്കുക. നിലവിലുള്ള വെയിറ്റുകൾ, ഇവിടെ കിട്ടിയ വെയിറ്റുകൾ എഴുതുക. എന്നിട്ട് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് ക്വസ്റ്റ്യനിൽ കൊടുത്ത് അതേമാതിരി എഴുതുക. വെയിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 11.1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്യുമ്പോൾ ഇവിടെ 0.89 കിട്ടും. ഇതും അതേമാതിരി മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു മാർക്കറ്റ് വാല്യൂ 8.63 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്താൽ ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ. മെറിറ്റ്സിൽ പറയുന്നത്
ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു ലോജിക്കൽ അപ്രോച്ചാണ്, കുറച്ചും കൂടി ലോജിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എല്ലാ ചേഞ്ചും ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് മോർ ആക്യുറേറ്റ് വെൻ പ്രോഫിറ്റ്സ് ആർ നോർമൽ. പ്രോഫിറ്റ് നോർമൽ ആണെങ്കിൽ ഇത് വളരെ ആക്യുറേറ്റ് ആണ്. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് സൂട്ടബിൾ ഇൻ കേസ് ഓഫ് എക്സസീവ് ലോ കോസ്റ്റ് ഡെപ്റ്റ്. വളരെ ലോ കോസ്റ്റ് ഡെപ്റ്റിൽ ഇത് തീരെ സൂട്ടബിൾ അല്ല. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് നോട്ട് സൂട്ടബിൾ ഇൻ കേസ് ഓഫ് ലോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കുറയുന്ന നേരത്തും ഇത് സൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ മീനിങ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി എസ് ആയിട്ട് ചോദിക്കാനായിരിക്കും ഇതിൻ്റെ പ്രോബ്ലത്തിൽ ചാൻസ്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡേ ചോദിക്കുള്ളൂ, എന്നെങ്കിൽ അധിക പക്ഷവും അത് നമ്മുടെ ആ ബുക്ക് വാല്യൂ മെത്തേഡിൽ ചോദിക്കാതെ കുറച്ചും കൂടി സിമ്പിൾ മാർക്കറ്റ് വാല്യൂ ചോദിക്കുന്നത് കുറച്ചും കൂടി ടഫർ ആയിരിക്കും. എന്നാലും അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വെൻ എ ഫേം റേസസ് ന്യൂ ഫണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് സൂട്ടബിൾ. അതായത് പുതിയ ഫണ്ടുകൾ പലതരത്തിലുള്ള സോഴ്സുകളിൽ നിന്ന് ഒരു ഫേം റേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് പോസിബിൾ അല്ല. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എപ്പോഴും എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിനാണ് പോസിബിൾ. ഓക്കെ, അപ്പോൾ അത്തരം ഒരു കണ്ടീഷനിലാണ് മാർജിനൽ കോസ്റ്റ് കൂടുതലും അതിനുള്ള സാധ്യതകൾ വരുന്നത്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് പുതുതായിട്ടൊരു ഫണ്ട് നമ്മൾ ഒരു പുതിയ സോഴ്സിൽ നിന്ന് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഉത്തമം. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് നമുക്ക് നോക്കാം. മെറിറ്റ്സിൽ പറഞ്ഞത്, ഇൻ ദ പാസ്റ്റ് ദ ഫേം മേ ബി യൂസിങ് സം സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് മേ നോട്ട് ബി അവൈലബിൾ ടു ദ ഫേം നൗ. അതായത് പണ്ട് യൂസ് ചെയ്യുന്ന ഈ ഫിനാൻസ് ഇപ്പോൾ യൂസ് ചെയ്യാൻ കിട്ടുന്നില്ല, പുതിയ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിനെക്കാട്ടും ബെനിഫിറ്റ് ആയിട്ട് വരിക മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. പിന്നെ എന്താണ് അടുത്തത് പറയുന്നത്, ദ ഫേം ഡസ് നോട്ട് ഹാവ് കൺട്രോൾ ഓവർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫണ്ട്. അറേഞ്ച്മെൻറ്റിൽ ഫേമിൽ കൃത്യമായിട്ട് കൺട്രോൾ ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ദ ഫിനാൻസ് മാനേജർ വിൽ ഹാവ് നോട്ട് ഫ്രീഡം ഇൻ മേക്കിംഗ് ഒപ്റ്റിമം മിക്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് നല്ല രീതിക്ക് ഏറ്റവും നല്ല ക്യാപിറ്റൽ മിക്സ് ഫിനാൻസ് മാനേജർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു മെത്തേഡാണ് നല്ലത്. ഇനി ഇതിന് ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇറ്റ് ഇഗ്നോർസ് ദ ലോങ് ടേം ഇംപ്ലിക്കേഷൻ ഓഫ് ഫേംസ് കറൻറ്റ് ഫിനാൻസിങ്. അതായത് കറൻറ്റ് ഫിനാൻസിങ്ങിൻ്റെ ലോങ് ടേം ഇംപ്ലിക്കേഷൻ, ദീർഘഭാവിയിലേക്കുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഇത് ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ ഇത് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് സോഴ്സ് ഓഫ് ഫണ്ടിനെയും ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ 15 ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ദ ഫേം ഹാസ് ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഫോർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എത്ര വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടോട്ടലും കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണാനും അത് ബുക്ക് വാല്യൂ വെയ്റ്റിൽ കാണാനും പറയുന്നു. പിന്നെ ദ ഫേം വിഷസ് ടു റേസ് ഫർദർ 6 lakh ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ദി പ്രൊജക്ട് ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഈ 15 ലക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ലക്ഷം കൂടി ഫേം എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുതിയ ഫണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഡെപ്റ്റായിട്ട് 3 ലക്ഷം, പ്രിഫറൻസ് ക്യാപിറ്റലായിട്ട് 1.5 ലക്ഷം, ഇക്വിറ്റി ക്യാപിറ്റലായിട്ടും 1.5 ലക്ഷം ഫേം ആഗ്രഹിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫേമിന് അത്തരത്തിലൊരു ഒരു കേസിൽ ഇതിൻ്റെ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് തന്നെയാണ്. ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് ബുക്ക് വാല്യൂ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്കറിയാതെ ഓരോന്നിനും എന്ത് ചെയ്യുക, 450 ഡിവൈഡ് ബൈ 15 ചെയ്യുക, 375 ഡിവൈഡ് ബൈ 15 ചെയ്യുക, 675 ഡിവൈഡ് ബൈ 15 ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വെയിറ്റ് കാണുക, എന്നിട്ട് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഇത് ഫർദറായിട്ട് ഒരു 6 ലക്ഷം വേണം. അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി കമ്പ്യൂട്ട് ചെയ്യാം. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ പ്രൊപ്പോർഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബുക്ക് വാല്യൂ വെയ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ ഈ വെയിറ്റ് ഓൾറെഡി തന്നെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡഡ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി വെയിറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 7, 10, 15 കോസ്റ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, ഇത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ആണ്, ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഓക്കെ,
അപ്പോൾ ടാക്സ് കോസ്റ്റ് അല്ല, ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ്, ആഫ്റ്റർ ടാക്സ് ആണ്. ഇത് അതിൻ്റെ പ്രൊപ്പോർഷൻ, ബുക്ക് വാല്യൂ പ്രൊപ്പോർഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷൻ നമ്മൾ ആ വെയിറ്റിൽ എഴുതി വെക്കുക. ബുക്ക് വാല്യൂ വെയിറ്റിൽ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ എന്നാണ് കോളത്തിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നുണ്ടെങ്കിൽ ഡെപ്റ്റ്, പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി അതിൻ്റെയൊക്കെ പ്രൊപ്പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി അതൊന്നും ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളത് കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ടാക്സ്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 30 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100 ചെയ്യേണ്ടത്. അപ്പോഴാണ് എന്ത് വരിക, ഈ ഒരു റേറ്റ് കിട്ടുക. അല്ലെങ്കിൽ 30 ഇൻറ്റു 7 210 ആവുള്ളൂ. ഇനി 210 കിട്ടി, അതിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്താലും മതി. 210 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 2.10 വരും. ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ടോട്ടൽ ചെയ്താൽ ഇതാണ് ടോട്ടൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് നേരത്തെ കണ്ടു, 6 ലക്ഷമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 6 ലക്ഷമാണ് അധികം ഫണ്ട് വേണ്ടിയിരുന്നത്. അതിൽ 3 ലക്ഷം ഡെപ്റ്റാണ്, അപ്പോൾ 50% ഡെപ്റ്റാണ്. ബാക്കി 1.5 ലക്ഷം പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റിയാണ്. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ 3 ലക്ഷം എന്ന് പറയുമ്പോൾ 50%, 6 ലക്ഷത്തിൻ്റെ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ 25%, 6 ലക്ഷത്തിൻ്റെ 1.5 ലക്ഷം 25%. അപ്പോൾ അങ്ങനെയാണ് പ്രൊപ്പോർഷണൽ മാർജിനൽ വെയിറ്റ് വരുന്നത്. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുക. നേരത്തെ എഴുതിയ മാതിരി 50 ഡിവൈഡ് ബൈ 100 ആണ്, 7 ഡിവൈഡ് ബൈ 100 ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.5, 2.5 ആൻഡ് 3.75 ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ്. നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഇക്വേഷൻസ് തന്നെ ഇവിടെ ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡെപ്റ്റിൻ്റെ ചെറിയൊരു നോട്ട് കൊടുത്തിരിക്കുന്നത് ഈ വെയ്റ്റുകൾ എങ്ങനെ കണക്കാക്കി എന്നുള്ളതാണ്. അതായത് 3 lakh ഡിവൈഡ് ബൈ 6 lakh ഇൻറ്റു 100 ആണ്. ഇവിടെ 1,50,000, ഇവിടെ 1,50,000 ഡിവൈഡ് ബൈ 6 lakh ഇൻറ്റു 100. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.